ക്രിസ്തീയ ജീവിതത്തിലെ അനുപേക്ഷണീയമായ ഒരു ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ഇതുവരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചത്, അതിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ അതിൽ 99% മരണം വരെയുള്ള എൻ്റെ ജീവിതം എങ്ങനെ ഫലപ്രദമാകണം എന്നതിനാണ്. അതിന് ശേഷമുള്ള മനുഷ്യാവസ്ഥയെപ്പറ്റി നമുക്കറിയാം. നമുക്ക് ആകുലതകളുണ്ട്, നമുക്ക് ആകാംക്ഷയുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥന അതിനു വേണ്ടി ഗൗരവത്തിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, നിത്യതയ്ക്കായി, പ്രതിഫലത്തിനായി ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചത്, ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്, പാസ്റ്റർമാർ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ്? കുഞ്ഞുങ്ങളുടെ പരീക്ഷാ വിജയം, വിദേശയാത്ര, ഭവനത്തിൻ്റെ നിർമ്മാണം, രക്ഷിക്കപ്പെടാത്ത ഒരു സഹോദരൻ്റെ മാനസാന്തരം, മദ്യപിക്കുന്ന ഒരാളിൽ നിന്നുള്ള ദുരിതം മാറിക്കിട്ടാൻ, ഒരു നല്ല വാഹനം വാങ്ങാൻ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരോടില്ല. അത് തെറ്റുമല്ല. കാരണം നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധിക്കേണ്ടതിനുള്ളതാണ് പ്രാർത്ഥന. ഇടവിടാതെ യാചിക്കുമ്പോൾ വാതിൽ തുറന്നു വേണ്ടുവോളം തരുന്ന യജമാനൻ ഇതൊന്നും നമുക്ക് മുടക്കിയില്ല. ഇന്നും അതൊക്കെ തരുന്നു. പക്ഷെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നമ്മളെ നിത്യതയിലെത്തിക്കാൻ പര്യാപ്തമാണോ? പ്രാർത്ഥിച്ചെനിക്കൊരു വീട് കിട്ടി, പ്രാർത്ഥിച്ചു കുട്ടിയുടെ വിദ്യാഭ്യാസം നന്നായി, പ്രാർത്ഥിച്ച് എനിക്ക് ചില വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായി, വിദേശ യാത്രകളുണ്ടായി. ഇവയ്ക്ക് ആകത്തുകയിൽ എൻ്റെ നിത്യതയുടെ അവസ്ഥയെ നിർണയിക്കാൻ വേണ്ട എന്ത് ഘടകമാണ്, എന്ത് സ്വാധീനമാണ് ചെലുത്താനാകുന്നത്? നമ്മളതിൽ അറിവില്ലാത്തവരല്ല. ആ ഉത്കണ്ഠയും നമുക്കുണ്ട്. പക്ഷേ ഗൗരവം വേണ്ടത്ര ഇല്ല. ആ ഗൗരവത്തിലേക്കൊന്ന് കടക്കാനാണ് ഈ വചനം. ഇത് പറയുമ്പോൾ ഒരല്പം മാനുഷികമായി വേദനാജനകമായ ഒരു സംഭവത്തിന് നമ്മളേവരും സാക്ഷ്യം വഹിച്ചിട്ടിരിക്കുക. ഒരു കർത്തദാസൻ്റെ മകള്, ആളുടെ പേര് മെറീന, അങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള തിരക്കിനിടയിൽ അവിചാരിതമായി ഈഹലോകം വിട്ട് കർത്തൃസ്ഥലത്തിൽ ചേർക്കപ്പെട്ടു. പരസ്യത്തിൽ പ്രസംഗിക്കുന്ന ആളാ, സുവിശേഷം പറയുന്ന കുട്ടിയാ, നിത്യതയെക്കുറിച്ച് എഴുതുന്ന, ലേഖനം എഴുതുന്ന ആളാ, പാട്ടുപാടുന്ന ആളാ. എന്തോ എനിക്ക് ആ മരണസ്ഥലത്ത് പോകാനുള്ള ഒരു ധൈര്യം വന്നില്ല. ഒരു വലിയ ദുഃഖം. അത് തന്നെ കാരണം. ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അടുപ്പമുള്ള മനുഷ്യരെ കാണുമ്പോൾ ദുഃഖിതൻ്റെ ദുഃഖം പെരുകയാണ്, വർദ്ധിക്കുകയാണ്. വേണ്ടപ്പെട്ടവരൊക്കെ വരുമ്പോൾ മരിച്ചു കിടക്കുന്ന ആൾ ഈ ബന്ധുവിനെ കാണുമ്പോൾ, സ്നേഹിതനെ കാണുമ്പോൾ വല്ലാത്തൊരു ദുഃഖം പരസ്പരം. അപ്പോൾ ഇങ്ങനെയുള്ള മരണത്തെക്കുറിച്ച് എൻ്റെ ദുഃഖം, അപ്പൻ്റെ ദുഃഖം, അമ്മയുടെ ദുഃഖം, നിങ്ങളുടെ ദുഃഖം മാറാത്തതെന്ത്
എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ചെല്ലുന്നവരൊക്കെ ആശ്വസിപ്പിക്കും, ഭാരപ്പെടാതെ. കുഞ്ഞ് പോയത് എവിടെ? നിത്യതല. ദുഃഖസൂചകമായ ധാരാളം വാചകങ്ങൾ എഴുതിയിട്ട് നിത്യതയിൽ കണ്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയുടെ കുറിപ്പ് അത് ഏറ്റവും ഒടുവിലാണ്. അത് തിരിച്ചൊന്ന് ചിന്തിച്ചാട്ടെ. നാം പ്രസംഗിച്ച ഏറ്റവും അധികം കാര്യങ്ങൾ പ്രത്യാശയെക്കുറിച്ചും ദുഃഖം വളരെ ചെറുതുമാകുന്ന ഒരു ഉള്ളടക്കത്തിലേക്ക് നമ്മളെന്നാണ് വളരുക, നമ്മളെന്നാണ് ആയിത്തീരുക? ആ ഒരു ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാനിന്ന് ഈ വചനം വായിച്ചത്. ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. സന്തോഷമല്ലേ? ഇവിടെ വന്നവരൊക്കെ ഇത് കേട്ടിരിക്കണം. ഇനി പ്രകടനത്തിന് പോകണം എന്നുള്ളവർ പോകും. ചിലർക്ക് പോകണമെന്നുണ്ട്. ചില ആൾക്ക് ചിലയിടം വിട്ടിറങ്ങിയാലും ഈ ചെണ്ടേടിയും ഒക്കെ കേൾക്കുമ്പോൾ അറിയാതൊരു സന്തോഷം വന്നു. വിലക്കൊന്നുമില്ല. ഇവിടെ അവിടെയും കൂടെ പറ്റില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. എന്തൊരു പ്രത്യാശയുള്ള വചന! ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ശത്രു എന്ന് പറയുന്ന സങ്കല്പം ആപേക്ഷികമാണ്, സ്ഥിരതയില്ല. പെർമനൻ്റായൊരു ശത്രു മരണമാണ്, അല്ലെങ്കിൽ മരണത്തിൻ്റെ കാരണഭൂതനായ പിശാചാണ്. ബാക്കി ലോകത്താര് ശത്രുക്കളല്ല, ആപേക്ഷികമായ ഒരു ചിന്തയാണ്. ഒരു ഉദാഹരണം, നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെ നേതാക്കളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം ഇട്ടിട്ട് ആളുകൾ ബാലിശമായ പോസ്റ്റ് ഇടും. ഇവരെല്ലാം ഒത്തുകൂടിയാൽ ഇങ്ങനെ, പിന്നെ അവരൊത്തുകൂടുമ്പോൾ അടി വെക്കണമെന്നാണോ നിങ്ങളീ പറയുന്നത്? എന്തിനാ അവർ അടി വെക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കണ്ടാൽ അടി വെക്കണം. അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തടസ്സമുണ്ടോ? പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിലേക്ക് രാഹുൽജിയെ വിളിച്ചാൽ പോകുന്നത് തെറ്റുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ശത്രുത ആപേക്ഷികമാണ്, ആശയപരമാണ്. അത് തന്നെ കാര്യം. അവർ തമ്മിൽ വേറെ പ്രശ്നമില്ല. ഇന്നലത്തെ ശത്രു ഇന്ന് മിത്രമാകും, ഇന്നത്തെ മിത്രം നാളെ ശത്രുവാകും. ഇതിനകത്തൊരു സ്ഥിരത പറയാൻ വയ്യ, ഒന്നിനും സ്ഥിരത പറയാൻ വയ്യ. പക്ഷെ സ്ഥിരതയുള്ള ഒറ്റ ശത്രുണ്ട്. അത് മരണവും മരണത്തിൻ്റെ കാരണഭൂതനുമായ പിശാചാണ്. ദൈവമക്കൾക്ക് അത് മാത്രമേ ശത്രുള്ളൂ. ബാക്കിയൊക്കെ സാന്ദർഭികമായി ശത്രുത പൂണ്ടവരുണ്ടാകാം. പക്ഷെ നമുക്ക് പറയാം, ഞങ്ങളുടെ ഹൃദയം സംശുദ്ധമാണ്. ആരോടും ശത്രുതയില്ല, ആരോടും വിരോധമില്ല. മരണം അത് ശത്രു തന്നെയാണ്. ഞാൻ ആ ചിന്തയിലൊക്കെ ഒന്ന് കടക്കാൻ വായിച്ച വചനത്തിലൂടെ വരാം. പ്രിയമുള്ളവരെ, ഇത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനത്തിനൊരു പശ്ചാത്തലമുണ്ട്. കൊരിന്ത് പുരാതന ലോകത്തിലെ വലിയൊരു സമ്പന്ന നഗരമാണ്. വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വലിയൊരു തുറമുഖ നഗരം. ഈ നഗരത്തിൽ നിന്ന് 200 മൈൽ അകലെയാണ് എഫസോസ്. അതും മറ്റൊരു സമ്പന്ന നഗരമാണ്. ഇതുപോലെ പ്രസിദ്ധമായൊരു നഗരമാണ് ഫിലിപ്പിയ. ഇതെല്ലാം വാണിജ്യ പ്രാധാന്യമുള്ള നഗരമാണ്. നമ്മുടെ കോർപ്പറേഷനുകൾക്ക് സമാനമായ വലിയ സമ്പദ് വ്യവസ്ഥയും വാണിജ്യ വ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്ന നഗരം. അവിടെയുള്ള ആളുകൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് വ്യാപാര താൽപര്യാർത്ഥം വന്ന് താമസിക്കുന്നവരോ ആ തൊഴിലിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളുകളാണ്. ഒരു നഗരം സമ്പന്നമാണ് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് മറ്റൊന്നിനും സമയമില്ല. വിലപേശണം, വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങണം, ലാഭത്തിന് വിൽക്കണം, സമ്പത്ത് വർദ്ധിപ്പിക്കണം. ഈ ചിന്ത സമ്പത്തിൻ്റെ ആധിക്യത്തിൽ അടുത്ത ഘട്ടം ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ സമ്പത്തിനൊപ്പം
സുഖവും സംതൃപ്തിയും വർദ്ധിപ്പിക്കണം. അതിന് വീണ്ടും വാങ്ങിക്കൂട്ടണം. ആധുനികങ്ങളായ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കണം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, സന്തോഷം പകരുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ജീവിതം സുഖകരമാക്കണം, സന്തോഷകരമാക്കണം. ഇങ്ങനെ ചിന്തിച്ചു പോയ ഒരു ജനത, ആ ജനതയ്ക്ക് സന്തോഷത്തിന് വേണ്ടി, അവരുടെ മാനുഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഉണ്ടായിരുന്ന പലതരത്തിലെ വിനോദങ്ങളും അത്തരത്തിലെ കലാപരിപാടികളും ഈ നഗരത്തിൻ്റെ പലയിടങ്ങളിൽ ആവിഷ്കരിക്കാൻ തുടങ്ങി. കൊരിന്ത് കണ്ടുപഠിച്ചത്, ശീലിച്ചത് അഥേന എന്ന് പറയുന്ന മറ്റൊരു നഗരമാണ്. അഥേനയിൽ ഒളിമ്പിക്സ് ഉണ്ട്. അഥേനയിൽ ചിന്തകന്മാർ ഒത്തുകൂടുന്ന വലിയ തർക്കശാസ്ത്രങ്ങളുടെ വേദിയുണ്ട്. നാടകങ്ങളും കവിതകളും ആ നാട്ടിൽ പ്രസിദ്ധമാണ്. ഗ്രീസിലെ അഥേന പോലെ കൊരിന്തിൽ സാഹിത്യവും കലകളും ഒക്കെ ഉണ്ടെങ്കിലും സോക്രട്ടീസോ പ്ലേറ്റോയോ അരിസ്റ്റോട്ടിലോ മനുഷ്യരാശിക്ക് കൊടുത്ത ഉദ്ദീപകരമായ പ്രചോദനകരമായ ചിന്തകളല്ല വന്നത്. മറിച്ച് എപ്പിക്കുറോസ് എന്നറിയപ്പെടുന്ന ഒരു ചിന്തകനെ നമുക്കറിയാം. അദ്ദേഹം പഠിപ്പിച്ചതെന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകും. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ പടുത്തുയർത്താവുന്ന സുഖലോലുപതയെന്ത്? നാളെ മരിച്ചു പോകുകയാണ്, മരണം കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. ഇത്തരം ദർശനങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നു. അത്തരമൊരു ദർശകന്റെ പേരായിരുന്നു ചാർവാകൻ. അദ്ദേഹം പറഞ്ഞു, ഭക്ഷിക്കുക, ആനന്ദിക്കുക. അദ്ദേഹം കുറെ നന്മയുടെ വശങ്ങൾ പറഞ്ഞു, മര്യാദയ്ക്കൊക്കെ ജീവിക്കുക, അതുകൂടി കൂട്ടിച്ചേർത്തു. എന്നാൽ അതിൻ്റെ ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങിക്കൊണ്ട് എപ്പിക്കുറോസ് പഠിപ്പിച്ചത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മൾ ചാകും. അതുകൊണ്ട് ജീവിതം അത്രമാത്രം സന്തോഷനിർഭരമാക്കാം, സുഖകരമാക്കാം, അതിനുവേണ്ടി അധ്വാനിക്കുക. ഇത്തരം മനുഷ്യര് രണ്ട് തരത്തിൽപ്പെടാം. ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നില്ല. നാസ്തികരെന്നാണ് അവരെ വിളിക്കുക. ആ ചിന്തയ്ക്ക് നിരീശ്വരത്വം അഥവാ നാസ്തികത എന്നാണ് പേര് പറയുക, എത്തിസം. ഇതിന് രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവരുടെ വിചാരം ദൈവമുണ്ടാകാം, ഇല്ലായിരിക്കാം. എനിക്കിന്നുവരെ ആ ദൈവത്തെക്കുറിച്ചൊരു അനുഭവമോ ഒരറിവോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവം വരുന്നത് വരെ, അത്തരമൊരു അറിവ് സംശയലേശമന്യ വരുന്നത് വരെ ഞാൻ ദൈവത്തെ തള്ളുന്നില്ല, ദൈവത്തെ സ്വീകരിക്കുന്നില്ല. ഇവരൊരു പേരിട്ട് വിളിക്കും അഗ്നോസ്റ്റിക്കുകൾ അഥവാ അജ്ഞേയവാദികൾ. അപ്പോൾ നാസ്തികരും അജ്ഞേയവാദികളും, തത്വത്തിൽ അജ്ഞേയവാദികളും ജീവിതം കൊണ്ട് നാസ്തികരെ പോലെയാണ്. ഇതിനപ്പുറത്ത് ബദലായി നിൽക്കുന്ന ദൈവവിശ്വാസികൾക്കൊരു പ്രശ്നമുണ്ട്. അവർ തമ്മിൽ യോജിപ്പില്ലാത്തതിൻ്റെ കാരണം ആ രാജ്യത്തെ റോമൻ മതങ്ങളുടെ ദൈവവിശ്വാസമല്ല യഹൂദ മതത്തിൻ്റെ ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസമല്ല അവിടേക്ക് കുടിയേറിയ പേർഷ്യക്കാരുടെ ദൈവവിശ്വാസം. അവ തമ്മിലൊന്നും യോജിക്കില്ല. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരാശയമായി ക്രിസ്തുവിൻ്റെ സുവിശേഷവും അവിടേക്ക് വ്യാപരിച്ചപ്പോൾ ഈ ചിന്തകളോടൊക്കെ പടപൊരുതിക്കൊണ്ട് എപ്പിക്കുറോസിനെ പോലെയുള്ള ആളുകളുടെ ദർശനങ്ങൾ, അവരുടെ പദ്ധതികൾ, അതിനിടയ്ക്ക് ജ്ഞാനം കണ്ടെത്തലാണ് ജീവിത വിമോചനത്തിൻ്റെ വഴിയെന്ന് പഠിപ്പിക്കുന്ന നൂറുകണക്കിന് ആശയങ്ങൾ. ചുരുക്കത്തിൽ കൊരിന്തിലെ മനുഷ്യർക്കെല്ലാം ഇടയിൽ ഇത്തരം ദർശനങ്ങളുടെ സ്വാധീനത നിലനിൽക്കെ അതിനെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ ഒരു സഭ രൂപപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, കൃപാവരമുള്ള ഒരു ദൈവത്തിൻ്റെ സഭ അവിടെ രൂപപ്പെട്ടു. ഒരു കാര്യം ആലോചിച്ചു കൊള്ളണം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഇറങ്ങിച്ചെല്ലാൻ തടസ്സമുള്ള ഒരിടവും ഭൂമിയിലില്ല, ഒരിടവും എവിടെയുമില്ല, ഒരു സ്ഥലവുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടം. ആ വാക്യം കേട്ട് ഭയമല്ല തോന്നേണ്ടത്, മറിച്ച് സാത്താൻ സിംഹാസനമിട്ടാലും അതിനെ തട്ടിത്തെറിപ്പിച്ച് അവിടെയും ചെല്ലുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവവചനത്തിന് ബന്ധനമില്ല, സുവിശേഷത്തിന് ബന്ധനമില്ല. ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അത് ഇരമ്പിക്കയറുമെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് പറയാം, ഈ ദിനങ്ങളിൽ കേട്ട ദൈവത്തിന്റെ വചനം അന്തരീക്ഷ മണ്ഡലത്തിൽ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അനുഗ്രഹം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചതൊന്നും വൃഥാവായി തീർന്നിട്ടില്ല. അതാ ദിനങ്ങളിൽ അകത്തും പുറത്തും വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന്റെ വചനത്തിന്റെ സുതാര്യമായ കേൾവി നമുക്ക് വിടുതലാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് രോഗശാന്തിയാണ്. നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അത് കരുത്താണ്. നിത്യതയ്ക്കുള്ള പ്രത്യാശയുടെ വചനമാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ഇതാ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു സഭ രൂപപ്പെടുക. ഈ സഭയിൽ വരുന്ന ആളുകൾ നല്ലൊരു ശതമാനം സമ്പന്നരാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കും?
സ്വാഭാവികമായിട്ട്. മുമ്പ് പറഞ്ഞൊന്നും അവർക്ക് പ്രാർത്ഥിക്കണ്ട. എന്തിനാണ് പ്രാർത്ഥിക്കുക? അവർക്കത് ഉണ്ടല്ലോ, അത് കിട്ടുമല്ലോ. അപ്പോൾ അവരെ പ്രാർത്ഥിക്കാൻ ദാരിദ്ര്യം അയച്ചാൽ മതിയോ? ആ വാദത്തിലൊന്നും അർത്ഥമില്ല. കാരണം എന്താ? അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചേക്കാം. പക്ഷേ ദൈവം അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്തെങ്കിലും ഒരവസ്ഥ സൃഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാൻ വയ്യ. കൊണ്ടുവന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടില്ലെന്നല്ല, അതൊരു കോമൺ സ്വഭാവമല്ല. അവൻ കൈയയച്ച് വിടുക. നമ്മൾ എത്രത്തോളം പോകും ആ അവസ്ഥയ്ക്ക് വേണ്ടി വിടുക. അപ്പോൾ തന്നെ ആ വചനത്തിൽ അവിടെ കാണുക, അവിടെ കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു ആ സഭയിൽ, പ്രവചനമുണ്ടായിരുന്നു ആ സഭയിൽ, വ്യാഖ്യാതാക്കൾ ഉണ്ടായിരുന്നു ആ സഭയിൽ. ഉണ്ടായിരുന്നു മാത്രമല്ല, ഈ കൃപാവരമുള്ളവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൃപയുള്ള ആരോടില്ലാതെ പോയി. നമ്മുടെ എല്ലാവരും പ്രശ്നമാണ് അത്, ഇല്ലേ? കൃപ ഉള്ളവർ കൂടുതലാണ് നമ്മുടെ ഇടയിൽ. അതാ പറ്റി ഇതൊന്ന് പരിഹരിക്കണമെങ്കിൽ വേറൊരു കൃപ വേണം, അല്ലേ? അത് നമുക്കില്ലാതെ പോകാം. എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നറിയില്ല. ആർക്ക് വേണം? മാസയോധനൊരു അവസരം കൊടുക്കണം. കാരണം ഇരിക്കുന്നവരെല്ലാം പ്രസംഗിക്കും. ആരെ ക്ഷണിക്കണം? മിക്കവാറും പ്രസംഗിക്കുന്നവരാ. ഏത് പാട്ടുകാരെ വിളിക്കണം? കമ്മിറ്റിയിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനോരോ കാര്യങ്ങൾ പറയുക. ഫാൻസ് അസോസിയേഷൻ രൂപപ്പെടുക. പ്രസംഗർക്ക് വേണ്ടി ആളുകൾ വാദിക്കുക. ചിലരെ വേണ്ടെന്ന് പറയുക, ചിലരെ വേണമെന്ന് പറയുക. അതിനെല്ലാമുള്ള കാരണങ്ങൾ നമ്മൾ നിരത്തിക്കൊണ്ട് നമ്മുടെ കാര്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കൊരിന്ത് സഭ ഇങ്ങനെ വന്നപ്പോൾ ഈ സഭയുടെ പോക്കിൽ ഒരു മനുഷ്യന് ഒരു ദുഃഖം തോന്നി. എനിക്ക് അയാളെക്കുറിച്ച് മതിപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേര് അധികമാർക്കും പരിചയമില്ല. ക്ലോവ എന്നാണ്. ക്ലോവ. അദ്ദേഹം ഒരു മാന്യനാണ്. അദ്ദേഹം ഒരു ആദർശശുദ്ധിയുള്ള ആളാണ്. എന്താണ് കാരണം? ഈ ക്ലോവ സഭയിലെ പ്രതിസന്ധി പറഞ്ഞത് പൗലുസിൻ്റെ അടുത്ത് മാത്രമാണ്. സഭയിലൊരു പ്രതിസന്ധി നേരിട്ടാൽ ആ പ്രതിസന്ധിക്ക് പരിഹാരം തെരുവിലിറങ്ങുകയല്ല, ആ പ്രതിസന്ധിക്ക് പരിഹാരം ആക്ഷേപം ചൊരിയുകയല്ല, ആ പ്രതിസന്ധിക്ക് പരിഹാരം പൊതുജനങ്ങളരികിലേക്ക് അത് എത്തിക്കുകയല്ല, സർക്കാർ ലെവലിൽ ചൂണ്ടിക്കാണിക്കുകയല്ല, വ്യവഹാരങ്ങൾക്ക് പോകുകയല്ല. ഏറ്റവും പരിഹരിക്കാൻ അധികാരമുള്ള, നിഷ്പക്ഷമതിയായ, ആത്മനിറവുള്ള, കൃപാവരമുള്ള പൗലോസിൻ്റെ അരികിൽ ചെല്ലുക. സ്തോത്രം. അവിടെ നിന്ന് ചെന്നാൽ മതി. പരിഹാരം അവിടെ ഉണ്ട്. നമുക്കതിനുള്ള ക്ഷമയില്ല, നമുക്കതിനുള്ള സഹനമില്ല. നമ്മളതിന് നമ്മുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടൂന്ന് പ്രശ്നമാണ്. ഇടപെടുന്നവരും കാണുന്നവരും എല്ലാവരും ഒരുപോലെ ദുഷിക്കപ്പെടും. സ്തോത്രം. നമുക്കിത് പരിഹരിക്കാൻ ആളില്ല, പറയാൻ ആളുണ്ട്. ബഹുമാനപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ആദരണനായ പ്രസിഡന്റ് ബാബു പാസ്റ്റർ ഒരു പ്രസംഗമധ്യേ ഇത്തരം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സന്തോഷകരമായി തോന്നി. ആ കാരണം എന്താ? നമുക്ക് സഹോദര സഭകളിൽ, സഹോദര ഇടങ്ങളിൽ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആകാംക്ഷയോടെ അതിനെക്കുറിച്ച് പറയുന്നുവോ അതിലും ആകാംക്ഷയോടെ ആ പ്രശ്നപരിഹാരത്തിനൊരു ഇടം നമ്മുടെ മുമ്പിൽ തന്നെ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയാണ്. ഇവയ്ക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും അത്തരത്തിൽ ഒരു ആത്മഭാരം ജീവിതത്തിൽ വരാതെയും വിമർശനം നടത്തിക്കൊണ്ട് മാത്രം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ശക്തിപ്പെടും. പക്ഷേ പരിഹാരമില്ല. ക്രിസ്തുവിൻ്റെ പൊതുവായ ആ ശരീരത്തിൽ നിൽക്കുന്ന ഏത് ക്ഷതവും ചർച്ചകൂടിനും ഷാരോനും IPCക്കും എല്ലാം ബാധകമാണെന്നേ, എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നമ്മുടെ സമശിഷ്ടങ്ങൾ എവിടെയും വീഴാൻ പാടില്ല, എവിടെയും പരാജയപ്പെടാൻ പാടില്ല. ആത്മാവിൻ്റെ ഐക്യതയോടെ ഈ നാളുകളിൽ നമ്മൾ ചില പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു പോകണം. അതിനൊരു വഴിയുണ്ട്. അതിന് ഒരു ഉണർവ് ഇവിടെ രൂപപ്പെട്ടാൽ അടുത്തടുത്ത ഇടങ്ങളിലും ആ ഉണർവിൻ്റെ താപജാലകൾ കടന്നു പിടിക്കും. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ആർക്കും നേരം കിട്ടില്ല. പ്രശ്നമുണ്ടാക്കുന്നവരിലേക്ക് ആളുകൾ പോവില്ല. അവർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന് സമാന്തരമായ ഒരു സിസ്റ്റത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഉള്ള ബാധ്യതയിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടിരിക്കുക. നമുക്കൊന്ന് മാറണം. അതിനാണ് ഈ പ്രാർത്ഥന. നമുക്ക് മാറാനുണ്ടെന്നേ. ചിലക്കത് വിശ്വാസമില്ല, ചിലക്ക് ആ ചിന്തയില്ല. അത് ഞാൻ ഒന്നുകൂടി പറയാം, നമ്മളെങ്ങനെയാണ് മാറേണ്ടതെന്ന്. നമ്മുടെ കൺവെൻഷന് രാത്രി യോഗം ഇന്ന് തീരുമെന്ന് തോന്നല്ലേ? നാളെ പകലിടുണ്ട്. എല്ലാവരും യോഗത്തിന് വന്നു, അനേക ദൈവാസന്മാർ വന്നു. നാളെ പകല് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലെ ഒരാത്മസംതൃപ്തി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ
യോഗം പരാജയം തന്നെയാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു സംതൃപ്തി ഉണ്ട്. ആ സംതൃപ്തി കിട്ടാതെയാണ് ഞാൻ പോകുന്നതെങ്കിൽ യോഗം ഒരു പരാജയ. മനസ്സിലായോ? ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ ഒരു അമ്മച്ചിയുടെ അരികിൽ പണ്ട് സമാന്തരമായ മറ്റൊരു ക്രിസ്തീയ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു ദൈവാസന സുവിശേഷം പറഞ്ഞപ്പോൾ ഒരമ്മച്ചി, നമ്മുടെ അമ്മച്ചിയല്ല, മറ്റൊരു ക്രിസ്തീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരമ്മച്ചി, വിശ്വാസിയല്ലാത്ത, അതായത് ത്രിയേകത്വത്തിൽ സ്നാനമൊന്നും ഏൽക്കാത്ത ഒരു സമൂഹത്തിൽപ്പെട്ട ആൾ. അപ്പോൾ ഈ അമ്മച്ചി ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ യോഗത്തിൻ്റെ പ്രത്യേകത എന്താ? അങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നേ? അച്ഛനുണ്ടോ? ഇല്ല. തിരുമേനിയുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചു, ഈ പാത്രങ്ങളും കുടങ്ങളും ഒക്കെ വിൽക്കുന്ന കടയുണ്ടോ അവിടെ? അതുമില്ല. ചിന്തിക്കടയില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്, കട്ടിൽ വിൽക്കുന്ന ഇടമുണ്ടോ? 100 ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആകപ്പാടെ പെരുന്നാളിന് പോകുന്നത് ഈ മൺകുടമൊക്കെ മേടിക്കാനാണ്. നിങ്ങളവിടെ വന്നാൽ അതുപോലും കിട്ടുകയില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? എനിക്ക് തൃപ്തിയില്ല. ഇപ്പോൾ ലോകമനുഷ്യൻ തൃപ്തി കിട്ടാൻ ചില സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. യേശുദാസിൻ്റെ ഗാനമേളയോ, ഇപ്പോൾ യേശുദാസ് പോയല്ലോ, പ്രായമായല്ലോ, അതുകൊണ്ടാണ്. ഗാനമേളയ്ക്ക് വരുന്നതായിട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും തരത്തിലെ നൃത്തമോ നടീനടന്മാരെ കൊണ്ടുവന്നൊക്കെയാണ് ക്രിസ്തീയ സഭകളിൽ ചിലത് പോലും ആ സംതൃപ്തി കൊടുക്കുന്നത്. നിറമുള്ള വെളിച്ചവും ഒരു ഡാൻസും നൃത്തവും പാട്ടും. നമ്മൾ ഏതാണ്ട് ആ വഴിക്കൊക്കെ ചിന്തിച്ചു വശമായോ എന്ന് ആശങ്കപ്പെടണം. ആരെയും കുറ്റമല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം. ഞാൻ അടുത്ത കാലത്ത് ഒരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുത്തു. എനിക്ക് സന്തോഷം തോന്നി. കാരണം ഓണത്തിരക്കിൽ കുട്ടികൾ ആഘോഷഭരിതരായി ഓടി നടക്കുക. അവർക്ക് ധാരാളം സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ലോകം വിളിക്കുമ്പോഴും 500 കുട്ടികൾ രൂപ മുടക്കി പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ കൂടുന്നുണ്ട്. അവരെ വിടാൻ പാടില്ല. അവരെന്തിനാൽ ആകർഷിക്കപ്പെട്ട് അടുത്ത കൊല്ലം ഇവിടെ നിൽക്കണം. എന്തിനു വരണം ഈ ക്യാമ്പിലെന്നൊരു കുട്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു കാരണം വേണം. നിങ്ങളെന്താ പറയുക? അവിടെ ദൂത് പറയുന്നൊരു പാസ്റ്റർ വരുമെന്നോ? അവൻ ആ ദൂത് വിരസമാണ്. അവിടെ പാട്ടുണ്ടെന്നോ? അതിലും നല്ല പാട്ട് യൂട്യൂബിൽ കിട്ടുമെന്നേ ചില ആൾ പറയില്ലേ, യേശുദാസിനെ പോലെ പാടും. ഞാൻ ചോദിച്ചു, യേശുദാസ് ഉണ്ടല്ലോ, പിന്നെ യേശുദാസിനെ പോലെ എന്തിനാ പാടുന്നത്? ഒറിജിനൽ യേശുദാസിൻ്റെ പാട്ട് കിട്ടുമല്ലോ, പിന്നെ യേശുദാസിൻ്റെ കൂട്ടുള്ള പാട്ട് എന്തിനാണ് കേൾക്കുന്നത്? അത് കിട്ടും. ചിത്രയെപ്പോലെ പാടുമെന്ന് പറഞ്ഞാൽ ചിത്ര പാടുന്ന ഭക്തിഗാനം ഉണ്ടല്ലോ, മതി. എൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നല്ല പാട്ട് ടീമിനെ വിളിക്കുന്നു, പ്രസംഗരെ വിളിക്കുന്നു. പ്രസംഗരുടെ സംതൃപ്തി എന്താ? പാട്ടുകാരുടെ സംതൃപ്തി എന്താ? ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നോട് പാസ്റ്റർ വിളിച്ച് ചോദിച്ചു, എന്തൊക്കെയായി ഫുഡ് കഴിക്കുന്നത്? അപ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തുക, ഈ ഫുഡൊരു തടസ്സമാകരുത് എന്ന് പാസ്റ്റർക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. എന്തൊക്കെ കഴിക്കും? എനിക്കെന്ത് ചെയ്യണം? എൻ്റെ ഡിമാൻഡ് എന്ത്? പാട്ട് പാടുന്നവരുടെ ഡിമാൻഡ് എന്ത്? വന്നിരിക്കുന്നവരുടെ ഡിമാൻഡ് എന്ത്? ഞാൻ മുമ്പോട്ട് വച്ച ഈ ഡിമാൻഡിൽ എന്നെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു ദൈവദാസനെ തിരിച്ചയക്കാൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് നിശ്ചയിച്ച ഒരു TA ഉണ്ടല്ലോ, പാട്ടുകാർക്ക് എന്ത് കൊടുക്കണം, ഒരു ബജറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ എത്ര എണ്ണം കർത്താവ് സ്വർഗത്തിരുന്ന് കേട്ടിങ്ങനെ ശരിയിട്ടു? ശരിയാകല്ലോ. സെൻട്രൽ ഭാഷ പറഞ്ഞ കറക്റ്റാ. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? അതാ വേണ്ടേ. ശരിയിട്ടോ? ഇല്ല. എനിക്ക് TA തരുന്നു, ഫുഡ് തരുന്നു, ഞാൻ തൃപ്തിയോടെ പോകുന്നു. എൻ്റെ തൃപ്തി ടിയയും ഫുഡുമോ? നിങ്ങളുടെ തൃപ്തി മുമ്പൊക്കെ പറഞ്ഞതോ? അല്ലെന്നേ, അകത്തെവിടെയോ ഒരസംതൃപ്തി കിടപ്പുണ്ട്. നമുക്കല്ല, ഉള്ളവർ മാത്രം സമ്മതിച്ചാൽ മതി. ഇത് പോരാ, ഇതല്ല, ഈ പ്രസംഗമല്ല, ഈ പാട്ടല്ല. ഇവരെല്ല പറഞ്ഞു കേട്ടോ, അവർ നല്ല സൗകര്യങ്ങളാണ്, ജനറലാണ് പറയുന്നത്. ഞാൻ എന്നെക്കുട്ടിയെ വിമർശനം നടത്താറുള്ളൂ. ഈ സിസ്റ്റം പോരാ, ഈ രീതി പോരാ, എവിടെയോ ഒരപര്യാപ്തത കൊരുന്തിൽ. മറുവശത്ത് പ്രവചനമുണ്ട്, ദൂതുണ്ട്,
എല്ലാ കാര്യങ്ങളുമുണ്ട്, സഭ ശക്തമാണ്, സമ്പത്തൂടുണ്ട്. നമ്മളെപ്പോലൊന്നുമല്ല, വലിയ സമ്പന്നരാ. പക്ഷെ ഒരസംതൃപ്തി പുകയുക. ഈ പുകയുന്ന അസംതൃപ്തി കുടുംബത്തിലോ സഭയിലോ രൂപപ്പെടുമ്പോൾ പ്രഥമ റൗണ്ടിൽ തന്നെ പരിഹാരം തേടാത്ത ആളുകളിലെ കാത്ത് ഒരു വലിയ ദുരന്തമിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലേക്കൊരു അസംതൃപ്തി വന്നു, ഒരതൃപ്തി വന്നു, ഒരനാത്മീയമായ ചിന്ത വന്നു, ശരിയല്ലെന്നൊരു തോന്നൽ വന്നു. ആ തോന്നലിന് പരിഹാരം അന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കണം. സൂര്യാസ്തമയത്തിന് മുമ്പ് അതിനെ ക്രമീകരണം ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താ? അതൃപ്തി വളരാൻ ഒരിക്കലും ഇട കൊടുക്കാത്ത വിധം നമുക്ക് കുടുംബത്തെ സംരക്ഷിക്കാം, സഭയെ സംരക്ഷിക്കാം. ഈ അന്തരീക്ഷം മുഴുവൻ മാറണം. കാരണം നാളെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയത്തക്ക വിധം ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫ് കൊണ്ടാ നമ്മൾ ഈ കളിയെല്ലാം കളിക്കുന്നത്. ഓർക്കണം, ഇതൊരു ഞാനിന്മേൽ കളിയാ. അനിശ്ചിതത്വത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാ ഈ കമ്മിറ്റി കൂടുന്നത്. അനിശ്ചിതത്വത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാ ഈ സങ്കല്പങ്ങളെ ചിലതൊക്കെ വെട്ടിപ്പിടിക്കാം, ചിലതൊക്കെ ചെയ്തെടുക്കാം എന്നീ ചിന്ത വരുമ്പോൾ വചനം പറയുക, കട്ടായം പറയുക, നാളെ നിനക്കുള്ളതല്ല. ഉറപ്പോടെ പറയാ, നാളെ എനിക്കുള്ളതല്ല, നാളെ എനിക്കുള്ളതല്ല. അത് ദൈവത്തിന്റെ കരങ്ങളിലാ. അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ ലോകത്തിലെ എൻ്റെ ചിന്തകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പിടിച്ചെടുക്കുമെന്ന് വ്യാമോഹിച്ചതൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് എന്നെയും തേടി അവനൊരു ദിവസം ഇങ്ങ് വരും, മരണം. അത് കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം പിടികിട്ടും. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്ന് ആർക്കും പിന്തിരിഞ്ഞോടാനാവാത്ത ശക്തിയാണത്. നോക്കണം, ആ മരണത്തെന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്ന് വേണം കമ്മിറ്റി കൂടാൻ. അതിൻ്റെ മുമ്പിലെ കൗൺസിൽ മതി, അതിൻ്റെ മുമ്പിലെ പ്രസംഗം മതി. ആ അനിശ്ചിതത്വം തൊട്ട് മുമ്പ് നിൽക്കവേ നമുക്ക് ഭയമൊന്നും വേണ്ട, നമുക്ക് ജാഗ്രത വേണം. ഇവരൊക്കെ എഴുതിയിരിക്കുന്നു അല്ലേ, കോവിഡ് കാലത്ത് പറഞ്ഞ പോലെ ഭയം വേണ്ട, ജാഗ്രത വേണം. എന്താണ് ജാഗ്രത? അതിൻ്റെ കാരണം എന്താ? ഇതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ അപ്പോസ്തലൻ നമ്മെ സജ്ജരാക്കുന്ന ഒരു വെളിപ്പാടാണ് വാസ്തവത്തിൽ 1 കൊരിന്ത്യർ 15. ഈ ഒരു പശ്ചാത്തലം കൂടെ ഒന്ന് പറയണം. സഭ ഇങ്ങനെ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് മുമ്പ് പറഞ്ഞ പോലെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള സ്കിസംസ്, അതായത് വിഭജനം രൂപപ്പെട്ടു. നിങ്ങൾക്കറിയാതെ ചില ആളുകൾ പറഞ്ഞു പത്രോസിൻ്റെ പക്ഷ, ഞങ്ങൾ കേഫ, ഞങ്ങൾ അപ്പൊല്ലോസിൻ്റെ പക്ഷ, പൗലോസിൻ്റെ പക്ഷ, യേശുവിൻ്റെ പക്ഷമാണ്. വിഭാഗീയത രൂക്ഷമായി. വിഭാഗീയതയെ അക്സെപ്റ്റ് ചെയ്യുന്ന, തൻ്റെ പക്ഷത്തെ ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ സുസജ്ജമാക്കുന്ന ആ മാനുഷിക ബോധവോ ബുദ്ധിയോ പൗലോസ് ഉപയോഗിച്ചില്ല. കർശനമായി ആ അവസ്ഥയെ പൗലോസ് നേരിടാൻ തന്നെ തീരുമാനിച്ചു. ചിലതരം കാര്യങ്ങൾ അങ്ങനെ കർശന ഇടപെടൽ നടത്തിയെങ്കിലേ പരിഹാരമുണ്ടാകൂ. ആത്യന്തികമായി അത് ഗുണം ചെയ്യും. അവസാനമാണ് അതിൻ്റെ വിജയം തിരിച്ചറിയുന്നത്. കാർക്കശ ബുദ്ധിയോടെ നേരിടാൻ തീരുമാനിച്ചിട്ട് ഒരു ലേഖനം അങ്ങോട്ട് തയ്യാറാക്കുക. ഇപ്പം ഇവിടെ ഉണ്ടായ ഈ സ്കിസം നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊരു ന്യായീകരണമുണ്ട്. പറയാം. ഒന്നാമത് ഇവരുടെ പക്കൽ ബൈബിളില്ല. കാരണം കൊരിന്ത്യ ലേഖനം കൂടെ എഴുതുമ്പോഴേ നമുക്കുള്ള പോലെ ബൈബിളുള്ളൂ. രണ്ട്, ഇവർക്ക് മുളക്കുഴ പോലെയോ തിരുവല്ല പോലെയോ കുമ്പനാട് പോലൊരു ഹെഡ് ക്വാർട്ടർ ഇല്ല. നമുക്കൊരു സർക്കുലർ അയച്ചു തരാൻ, ഡിസിപ്ലിൻ തരാൻ സൗകര്യമില്ല. അടുത്തൊരു കാര്യം, ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പത്രോസ് പറയുന്നു ശരി, അവർക്കങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. കാരണം പത്രോസ് ഒരു ഡയറക്റ്റ് ഡിസൈപ്പിളാണ്, യേശുവിൻ്റെ അടുത്ത ശിഷ്യനാണ്. പൗലോസ് അങ്ങനെ അല്ലല്ലോ. അപ്പൊല്ലോസ് പറയുന്നു ശരി, കാരണം ഈ അപ്പൊല്ലോസ് ആരാ? ഒരു താർക്കികൻ, സിദ്ധാന്തപരമായി ആരുടെ മുമ്പിലും വാഗ്വയോഗത്തോടെ പ്രസംഗിച്ച് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വലിയ ചിന്തകനാ അപ്പൊല്ലോസ്. പൗലോസിനൊപ്പമോ പൗലോസിന് മീതെയോ നിലവാരമുള്ള ഒരു വലിയ ചിന്തകനാ. അപ്പോൾ അദ്ദേഹമാകുമോ ശരി? ഇവരങ്ങനെ വെറുതിരിയ. പിന്നെയും ചില വിഷയങ്ങൾ ഉടലെടുത്തു. അങ്ങനെ ഉടലെടുത്ത വിഷയത്തിൻ്റെ കൂടെ ഒരു ദുരുപദേശം കൂടി കിടക്കാൻ പോവാം. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഗ്രൂപ്പിസമൊക്കെ നമുക്ക് നല്ലൊരു കർത്തൃമേശയും ശുശ്രൂഷയൊക്കെ നടത്തി അങ്ങ് പരിഹരിക്കാം, പോട്ടെ. അങ്ങനെയാണ് ഒരു നിരപ്പിൻ്റെ അനുഭവത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ അവിടെ പൂർവീകർ തെളിയിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ സഭകളിലൊക്കെ രൂപപ്പെട്ടു വന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ പ്രശ്നമുണ്ട്, അതുകൂടെ ഉൾക്കൊള്ളണം. ദൂതന്മാരല്ല കൂടുന്നത്. ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു പോകാം. നമ്മുടെ മുമ്പിൽ റോൾ മോഡലുകളുണ്ട്, അത് കണ്ടുപോകാം. പക്ഷെ പ്രശ്നം അതല്ലേ, അതിനപ്പുറത്തൊരു വിഷയം.
ചിലർ പറയാൻ തുടങ്ങി, മരണം കൊണ്ടൊക്കെ ഇത് തീർന്നിടാവുകയും ഇതിനപ്പുറത്തൊന്നും കാര്യമില്ല. സ്വർഗത്തിലാരാണ്ട് പോയിട്ട് വന്നോ, സ്വർഗത്തിലാരാണ്ട് ഇത് വല്ലതും കണ്ടോ, ഇങ്ങനെ പറയുന്ന ചില ചിന്തരെ നമുക്കിന്ന് കാണാം, യൂട്യൂബിലൊക്കെ കാണാം. നമുക്കറിയാം, ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്നൊരു മാന്യ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ നമ്മളിരുന്ന് കാണുമായിരുന്നു. സഫാരി, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം, സഞ്ചാരം. അതിൽ അദ്ദേഹം പറയുക, സ്വർഗത്തിൽ ഭൂമിയിൽ പിന്നെ ഒരു സുഖമല്ലാത്തൊരു പദമാണ് പറയുന്നല്ലേ. ഈ പദം ബനാന, വാഴയ്ക്കെന്നാണ് പറയുന്നത്. പക്ഷേ ചില പദങ്ങളുടെ ഇൻഡോണേഷൻ എന്താ പറയുക, ഈ ശബ്ദം ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റി അനുസരിച്ച് അർത്ഥം മോശമായിട്ട് വരും. അങ്ങനെയാണ്. എന്ത് വാഴയ്ക്കുക, ഭൂമിയിൽ സൃഷ്ടിക്കാത്ത ദൈവം സ്വർഗത്തിലിരുന്ന് എന്തോ കാണിക്കുന്ന പറയുന്നത് എന്നാ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. പിന്നെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല, കാരണം ദൈവത്തെക്കുറിച്ച് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, കൺവിക്ഷൻ ഉണ്ടാകാതെ ഒരു ചിന്തയിൽ നിന്ന് വന്നാണ്. പക്ഷേ ഓർക്കണം, നമ്മൾ ഈ പാദം നിൽക്കുന്ന ഭൂമിയെപ്പറ്റി മാത്രം പഠിച്ചാൽ മനസ്സിലാകും ദൈവസൃഷ്ടിയുടെ മഹാത്മ്യം അതെത്ര വലുതാണെന്നല്ലേ, എത്ര വലുതാണെന്ന്. അതറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുന്നേ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പാദം നിൽക്കുന്ന ഈ ഭൂമിക്ക് 23 ഡിഗ്രി ചെരിവ്. 23 ഡിഗ്രിയിൽ ചെരിയുന്ന ഭൂമി സ്വയം കറങ്ങുന്നു. ഭൂമിയെ ചന്ദ്രൻ വലം വയ്ക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് സൂര്യനെ വലം വയ്ക്കുന്നു. അതിനാ 365 ദിവസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ യാത്ര ഒരു ഓർബിറ്റിലൂടെയാണ്, ഒരു സാങ്കല്പിക സഞ്ചാരപാതയിലൂടെയാണ് ഈ യാത്ര. പ്രപഞ്ചത്തെ ഇങ്ങനെ സ്വയം ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് പകലും രാത്രിയില്ല. പകലും രാത്രിയും ഉണ്ടാകണമെന്നും ഒരു ബയോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അതായത് ജീവിക്കാനാവശ്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാകണമെന്നും ചിന്തിച്ച് ഈ ഭൂമിയെ ആക്കിയ നമ്മുടെ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞൻ എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം അറിയാമോ? ഇത്രയും മാത്തമാറ്റിക്സ് കൃത്യം പ്രയോഗിച്ച ഒരാളില്ല. പറയാം പ്രിയരേ, ഈ ഭൂമിയുടെ ചെരിവ് 23 ഡിഗ്രി എന്നുള്ളത് ഒരല്പം, ഒരു മില്ലിക്ക് തെറ്റി. ഒരു മില്ലിക്കൊക്കെ ആ തെറ്റെങ്കിൽ ഒരു എഞ്ചിനീയറും പറയല്ല ബിൽഡിങ് പൊളിക്കാൻ. നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? വലിയ ചെരിവ് വരില്ലെന്ന്. 23 ഡിഗ്രി ഒരു മില്ലിക്ക് തെറ്റി 24ലേക്ക് അങ്ങോട്ടങ്ങ് ചെരിഞ്ഞു. സംഭവിക്കുന്നത് ഭൂമി കത്തി 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 ഒരു കരിക്കട്ടയായിത്തീരും. 23, 22ലേക്ക് മാറിയാലോ ഭൂമി തണുത്തുറഞ്ഞുറഞ്ഞുറഞ്ഞ് വർഷങ്ങൾ കൊണ്ടൊരു മഞ്ഞ് ഗോളമായി തീരും. ജീവിക്കാൻ കഴിയില്ല. 24ൻ്റെ ചൂടിൽ നിന്നും 22ൻ്റെ തണുപ്പിൽ നിന്നും ഇന്ന് കാണുന്ന ബയോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഈ ഭൂമിയെ തൂക്കിയിട്ടിരിക്കുന്ന മഹാരഥൻ അതാ ദൈവം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ മർത്തനെ വിചാരിപ്പാൻ അവനെന്ത്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം സൃഷ്ടിയിലുണ്ട് അത്ഭുതം, ആ മഹാത്മ്യമുണ്ടെന്നേ. നമ്മുടെ വിഷയം അതല്ലാത്തോണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തെ നിരാകരിക്കുന്നവൻ വസ്തുതാപരമായി കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. യുക്തിയുടെ രാഹിത്യമാണ് അവൻ്റെ പ്രശ്നം. യുക്തി കൂടിയതല്ല, യുക്തിപരമാണ് ചിന്തയെങ്കിൽ ഒരു സർവശക്തനെ നിങ്ങൾ കാണേണ്ടി വരും. സ്തോത്രം. ഞാൻ ഇവിടുന്ന് ഒരു നിറം കലക്കിയ വെള്ളം താഴെ ഒരു പ്രതലം വെച്ചിട്ട്, വെള്ള നിറമുള്ളൊരു പ്രതലം വെച്ചിട്ട് അങ്ങോട്ടൊഴിച്ചു. അവ്യക്തമായൊരു ചിത്രം അവിടെ രൂപപ്പെട്ടു വരും. അർത്ഥമില്ലാത്തൊരു ചിത്രം. അർത്ഥമുള്ള ചിത്രം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ബ്രഷ് ഉപയോഗിക്കണം, വെള്ളം ഉപയോഗിക്കണം, ഇതിനളവുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ തിരക്കി അറിയാം. ഞാൻ പണ്ട് നാട്ടിൽ അറിയപ്പെടുന്ന ഇത്തരത്തിൽ ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു. ഈ ഇലക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കായിരുന്നു. കൈപ്പത്തിയും താമര അരിവാളും ഒക്കെ വരയ്ക്കാൻ പാർട്ടി ഭേദമന്യേ നമ്മുടെ വീട്ടിലെ ആളുകൾ വരുമായിരുന്നു. ഞാൻ ശുശ്രൂഷയിലായിക്കഴിഞ്ഞും വീണ്ടും ഈ കൂട്ടുകാരൊക്കെ വരുമായിരുന്നു, പണി നിർത്തിയിട്ടും.
അങ്ങനെ ഡിമാൻഡുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പണ്ട് ഈ അളവറിയാം നമുക്ക് കൃത്യം എങ്ങനെ വരയ്ക്കണം. വരയുടെ സൗന്ദര്യം അതിൻ്റെ അളവാണ്, അല്ലേ? അതിൻ്റെ അളവാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും വരച്ച ഇനി എല്ലാവർക്കും ഒരു ചിത്രകലയും പഠിക്കാത്തവർക്കും വരയ്ക്കാൻ പറ്റിയൊരു ചിത്രം ഞാൻ പറഞ്ഞുതരാം. ആർക്കും വരയ്ക്കാം, ആർക്കും വരയ്ക്കാം. പിശാചിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആർക്കും വരയ്ക്കാൻ പറ്റും. നിങ്ങൾ എന്തോ വരയ്ക്കുന്നു അതുപോലെ. എന്താ കാര്യം? നമുക്കതറിയാം, ഒരു വികൃത രൂപിയൊക്കെ വരച്ച് ആർക്കും വരയ്ക്കാൻ പറ്റും. അങ്ങനെ കണക്കൊന്നും വേണ്ട. എന്നാൽ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയ മഹാദൈവം എത്ര മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നോക്കിയേ. ആ ഗണിത തത്വം എത്ര വലുതാണ്. പക്ഷേ അവറ്റകൾ പറയാൻ തുടങ്ങി അങ്ങനൊരു ദൈവമൊന്നുമില്ല. കേട്ടോ, നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നതുണ്ട ഈ ഗണിതം പഠിച്ചിട്ടുണ്ടാണോ? അതിന് വേറൊരു തത്വം കൂടി പറയാം. വെള്ളം തരാനല്ല, വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ 2 കാര്യങ്ങളാണ്. ഹൈഡ്രജൻ്റെ 2 ആറ്റം, ഓക്സിജൻ്റെ 1 ആറ്റം. എന്താ ഈ ഹൈഡ്രജൻ്റെ പണി? നല്ല സ്ഫോടനാത്മകമായ ഒരു ഇന്ധനമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയമാകുന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് സൂര്യനിൽ സംഭവിക്കുന്നത്. ആറ്റം ബോംബുകൾ പ്രയോഗിക്കുന്നതിനേക്കാൾ വലിയ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഈ സാധനത്തിൻ്റെ പേര് ഹൈഡ്രജൻ. ഓക്സിജനോ നമുക്ക് പ്രാണൻ തരുന്ന നശീകരണ സ്വഭാവം ഇല്ലാത്ത ഒരു മൂലകം. ഒന്നിൻ്റെ ബലം മുകളിലേക്ക്, ഒന്നിൻ്റെ ബലം താഴേക്ക്. ഒന്നിന് നിറമില്ല, മറ്റൊന്നിന് നിറമുണ്ട്. ഒരിക്കലും യോജിക്കാത്ത സ്വഭാവ വൈരുദ്ധ്യങ്ങളുള്ള ഈ 2 മൂലകങ്ങളെ അളവനുസരിച്ച് യോജിപ്പിച്ചപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത രുചികരമായ ദാഹജലം. ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒറ്റ കെമിസ്റ്റേ ലോകത്തുള്ളൂ, അത് ദൈവമാണ്. ആ പ്രപ്പോർഷൻ കണ്ടില്ലേ? ആ കണക്ക് തെറ്റിയാൽ എവിടെ പോയി നിൽക്കും? സ്ഥിതികൾ എന്തായിത്തീരും? ആലോചിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കും എന്നൊക്കെ പറയാമല്ലോ. അത് പറ്റുന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ വെള്ളം വൈദ്യുതി കടത്തിവിട്ട് 2ആക്കി മാറ്റുമ്പോൾ ഓക്സിജൻ അതിൻ്റെ ബൈ പ്രൊഡക്ഷനായിട്ട് പോകും. അന്തരീക്ഷ മലിനീകരണം ഇല്ല. ഹൈഡ്രജൻ രൂപപ്പെടും, അത് ഇന്ധനമായി മാറും. ആ ഇന്ധനം കൊണ്ട് വണ്ടി ഓടിക്കും. സംഗതി എളുപ്പമാണ്. പക്ഷെ എന്താ വരാത്തതെന്നറിയണ്ടേ? പെട്ടെന്ന് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ലോകോത്തര കമ്പനികളൊക്കെ പൊട്ടിപ്പോകും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, ആടിമൂടി തകരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇന്ധന സംവിധാനങ്ങളും കണ്ടെത്തലുകളൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട്. മൈലുകൾ നമുക്ക് ഇന്ധനക്ഷമത തരുന്ന സംവിധാനങ്ങൾ ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റും. നോക്കി നിൽക്കെ ഇങ്ങനെയൊക്കെ ഒരു കണ്ടെത്തൽ വന്നാൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒറ്റയടിക്ക് പൊട്ടും. ഗൾഫ് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം പൊട്ടും, ഇന്ത്യ പൊട്ടും. അങ്ങനെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ കുത്തനെ ഇടിയും. കാരണം സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഒരു സ്ഥലത്തെ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് മറുഭാഗത്ത് സമ്പത്തുണ്ടാകുന്നത്. കാരണം ഈ വാക്വം പൂരിപ്പിച്ച് കയറണം. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ കമ്പ്യൂട്ടറും ഇല്ലാത്തതുകൊണ്ട് അത് മേടിക്കാൻ തയ്യാറാകുമ്പോഴേ കമ്പനി നിലനിൽക്കത്തുള്ളൂ. നമുക്കെല്ലാം ലാപ്ടോപ്പും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആ പർച്ചേസിങ് പവർ കുറയും. മനസ്സിലായല്ലോ ഇതൊക്കെ? അപ്പോൾ എന്തിനാ പറഞ്ഞു വന്നേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഗണിതമൊക്കെ വിടാം. നമ്മൾ ദൈവത്തെ അറിഞ്ഞത് ഈ ചിന്ത കൊണ്ടൊന്നുമല്ല. നമ്മളെങ്ങനെ അറിഞ്ഞേ? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ അറിഞ്ഞേ. ദൈവമുണ്ടോ എന്നൊരു ചോദ്യം പോലും നമ്മുടെ ഇടയിലില്ല. ഇന്നും അവൻ എന്നോട് ഇടപെട്ടു, ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ സാന്നിധ്യം ഞാനിതാ ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ നിറവ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. മാനുഷിക ശബ്ദത്തെ വെല്ലുന്ന മനോഹരമായ ആ ശബ്ദം ഞാൻ കേട്ടുകഴിയുമ്പോൾ ബാക്കിയൊക്കെ മറക്കുക. ആ ശബ്ദത്തിനെ ഞാൻ കാതോർത്തിരിക്കുന്നത്. ആ ആകാംക്ഷയോടെയാണോ കൊരിന്ത്യരെ നിങ്ങൾ എത്തിയത് എന്ന ആ താക്കീതോടു കൂടിയാണ് പൗലോസ് ചോദിക്കുക, പൗലോസ് നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടുവോ? കേഫയാണോ ക്രൂശിക്കപ്പെട്ടെ? ഞാനും നിങ്ങളിവിടെ വന്നത് തമ്പുരാന്റെ സാന്നിധ്യം അറിയാനാണെങ്കിൽ കൃതജ്ഞത പറഞ്ഞ വഴിക്ക് പാസ്റ്റർ നമ്മുടെ പേര് വിട്ടുപോയാൽ ഒന്നും തോന്നത്തില്ല. പേരിൻ്റെ കൂടെ പാസ്റ്റർ എന്ന് വിളിക്കേണ്ടതിന് പകരം ബ്രദർ എന്ന് പറഞ്ഞാലോ, പേര് പറഞ്ഞപ്പോൾ മുഴുവൻ വന്നില്ലെങ്കിലോ നമുക്കൊന്നും തോന്നൂല. അത്രേ തോന്നുള്ളൂ. പരമാവധി വന്നാൽ എന്നെപ്പോലൊരു മനുഷ്യൻ, അത് ഓർത്തില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?
എന്നെ പരിഗണിച്ചില്ല, അത്രയും പേര് നിൽക്കുമ്പോൾ ഒന്നും ചിരിച്ചില്ല എന്ന തോന്നൽ നമുക്ക് വരില്ല. എന്തിനാ ഇവിടെ വന്ന്? മഹാരാജാവിൻ്റെ സാന്നിധ്യം അറിയാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാകും ഇവിടെ ജയിച്ചത്. ഇന്നലെ വരെയും കണ്ട തോമസ് ചേട്ടൻ, ലീലാമ ചേച്ചി, നമ്മളിന്നലെ കണ്ട ഗോവിന്ദൻ, ഈ ജയിച്ചിങ്ങോട്ട് വരുമ്പോൾ പിന്നെയും കാണാൻ പോകുന്നത് എന്തിനാ? ഇന്നലെ കണ്ട ആൾ തന്നെയല്ലേ? ഇന്നലെ നമ്മൾ കണ്ടാണല്ലോ. എങ്കിലേ വരുമ്പോൾ എന്തിനാ? ഈ ജയമെടുത്തവനെ കാണുന്ന ഒരു ഐശ്വര്യം, അതാ അതിന് വന്നാണ്. അതിനാ ചർച്ചക്കൂടിലും IPCയിലും എല്ലാം മാറി മാറി യോഗത്തിന് വന്നത് എന്തിനാ? ജയമെടുത്തവനെ ഒന്നുകൂടെ കാരണം. ഹല്ലേലൂയ. ജയമെടുത്തതിന് പ്രത്യേകതയുണ്ട്. ആ മുഖത്തുണ്ട് ഒരു നിശ്ചയദാർഢ്യം. അതാ മുഖം വലിഞ്ഞുമുറിയൊന്നുമല്ല ഇരിക്കുന്നത്, സന്തോഷമാണ്. ആ മുഖം ആ കരം നീട്ടി. ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ LDF, UDF, BJP എല്ലാം ഞങ്ങളിങ്ങനെ കൈ കാണിച്ചു, ഞങ്ങളും കാണിച്ചു. എന്നെക്കൊണ്ട് വല്ല പ്രയോജനം ഇവർക്കാർക്കെങ്കിലും ഉണ്ടോ? എത്ര മൈലാകലെ എൻ്റെ വോട്ട്? ഇവരെല്ലാം ഇങ്ങനെ കാണിക്കുന്നു. നേരത്തറിയോ, കിട്ടിയ ജയത്തിൻ്റെ ഒരു അളവ് നമുക്കൂടുള്ളതാണ്. അവർക്ക് ഇനിയും വിരോധമൊന്നുമില്ല. നമ്മുടെ MLA, നമ്മുടെ MLA, നമ്മുടെ MP, നമ്മുടെ മെമ്പറാണെന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാ കാണേണ്ട ജീവിതത്തെ. ദൈവം ആക്കിയത് അവരെ. അങ്ങനെ എഴുതി ഒറ്റ പുസ്തകം ലോകത്തേ ഉള്ളൂ, അത് ബൈബിളാണ്. സ്തോത്രം. ദൈവം അവരെ ആക്കിയിരിക്കുന്നത്. ആര് വന്നാലും തമ്പുരാനാക്കിയതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബൈബിൾ എന്ത് കൃത്യമായിട്ടാണ് പൊളിറ്റിക്സൊക്കെ കൈകാര്യം ചെയ്തേക്കുന്നല്ലേ? അപ്പോൾ നമ്മൾ ഈ ജയിച്ചവനെ പിന്നെയും കാണാൻ അങ്ങോട്ടില്ല. അപ്പോൾ ആ കൂടെ കുറേ പേരുണ്ടല്ലോ, അവരെല്ലാം കൈ കാണിക്കും. സഹോദരന്മാരെ ക്ഷമിക്കണം, നിങ്ങളെയൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യുന്ന ആരെയാ? ഓരോ വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളുണ്ടോ നറുകിട്ട് വന്നാലും മതിയെന്നേ. ആളിനെ കാണുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി. പക്ഷെ ജയാളിയായവൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ജയം ശീലമാക്കിയവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അവനെ നമ്മൾ ഇന്ന് ഹൃദയവും മനസ്സും എല്ലാം തുറന്ന് ആരാധിക്കുമ്പോൾ ഇവിടെ ഞാനെന്നൊരുത്തനെ പരിഗണിക്കേണ്ട, എനിക്ക് കൃതജ്ഞത വന്നോ, എനിക്ക് ആഹാരം കിട്ടിയോ, എന്നെ വിളിച്ചിരുത്തിയോ, എന്നെ ആദരിച്ചോ എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴൊക്കെ ആ ദൈവ സാന്നിധ്യം അറിയാതെ നമ്മളെ വിട്ടു പോകുന്നുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഒന്ന് മനസ്സിലാക്കണം, ലോകത്താർ അവഹേളിച്ചാലും അപമാനിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ജയാളിയായവൻ എന്നെ കാണുമ്പോൾ ആ കരം വീശി കാണിക്കും. ആ ജഗത്തിന്റെ ഒരു അളവ് എനിക്കും നൽകിത്തരും. ഞാൻ എങ്ങും പിന്നിൽ പോയി നിൽക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്നെ മാറോട് ചേർക്കുന്ന വാത്സല്യത്തിന്റെ പേരാ നസ്രയനായ യേശു. ആ ജയാളിയായവനെ ഈ രാത്രി വചനം കേൾപ്പാരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഈ വർത്തമാനമൊക്കെ കേട്ടു പൗലോസ്, മരണത്തോടെല്ലാം തീരും, അതുകൊണ്ട് പരമാവധി നിങ്ങൾ എൻജോയ് ചെയ്താട്ടെ, സന്തോഷിച്ചാട്ടെ. ഇതൊക്കെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച ഒരു പുസ്തകമുണ്ട്. മിക്കപ്പോഴും ഞാൻ വീട്ടിൽ ബാക്കിയുള്ളവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി സിറ്റൗട്ടി വന്ന് കിടന്നാണ് വായിക്കുന്നത്. ഈ വെട്ടമൊന്നും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു വലിയ അനുഭവം പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകം. നമ്മുടെ ഡോക്ടർ ഓമന റസൽ പരിഭാഷപ്പെടുത്തിയാണ്. വാനിയ എന്നതിൻ്റെ പേര്. ഈ വാനിയ എന്നൊരു പുരുഷൻ്റെ പേരാണ്, ഒരു റഷ്യൻ സുവിശേഷൻ്റെ പേരാണ്. ഇത് കേരള നിയമസഭയിലെ എല്ലാ MLA മാർക്കും ഫ്രീ ആയിട്ട് എത്തിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്കും എത്തിയിട്ടുണ്ട്. 100ഓളം കോപ്പി, 1000ഓളം കോപ്പിയോ മറ്റോ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അറിയില്ല, ഉദ്യോഗസ്ഥർക്കും എല്ലാം കൊടുക്കാൻ. എൻ്റെ അറിവ് അങ്ങനെ. അതൊരു പട്ടാളക്കാരനായിരുന്നു. റഷ്യയിൽ 1970-കളിൽ മതപരമായ വലിയ നിയന്ത്രണം നിൽക്കുന്ന കാലമാണ്. എങ്കിലും ലെനിൻ ഡിക്രി .5 എന്നൊരു ലോ ഉണ്ടായിരുന്നു. ലെനിൻ്റെ ഒരു വിളംബര. ലെനിൻ അനുവദിച്ചു മതമാകാം, പക്ഷെ അത് പബ്ലിക്കിലൊന്നും പറ്റില്ല. മതപരമായൊരു ശവസംസ്കാരം വേണോ ആകാം, പുരോഹിതൻ വേണേ ആകാം, പക്ഷേ പള്ളിക്ക് പെർമിഷൻ വേണം, ലൈസൻസ് വേണം. ഞങ്ങൾക്കറിയണം ആ പള്ളികളിൽ ഏത് ഘട്ടത്തിലും KGB പ്രവേശിക്കും, റഷ്യയുടെ ചാരപ്പ സംഘടന. അത് റഷ്യയുടെ അടിസ്ഥാനപരമായ ചിന്ത നാസ്തികതയാണ്. അതിനെതിരെയൊന്നും പറയാൻ പറ്റില്ല, അതിനെതിരെയൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു, പ്രശ്നമൊന്നുമില്ല. അങ്ങനൊരു ആ ചെറിയ പോയിൻ്റ് ഉണ്ടല്ലോ, ലെനിൻ ഡിക്രി .5 ലോ, അതിൻ്റെ ക്ലോസാണ് 5. ഇത് വെച്ച് സഭകൾ അങ്ങ് വളർന്നു. ആ കൂടെ ക്രിസ്തീയ സഭകൾ,
വേർപെട്ട ദൈവമക്കളുടെ സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടായപ്പോൾ ഒരു വീട്ടിൽ 3 മക്കളുണ്ടായിരുന്നു, ഒരു പിതാവിന്. അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു പയ്യനായിരുന്നു, അതായത് ഈ വാനിയ. ഇയാൾക്ക് ഈ പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടുക. അയാൾ തീരുമാനിച്ചു, എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടിയാണ്, പക്ഷെ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന നിയോഗം ആർമിയിലേക്ക്. ഞാൻ എന്ത് ചെയ്യും? കുറേ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിയോഗം, നീ പോവുക. അവൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ വയ്യ, എനിക്ക് ആരെയും ശത്രുവായി കാണാൻ വയ്യ, നീ പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനുണ്ട്, അയാളൊരു എത്തിസ്റ്റാണ്. അയാൾ റഷ്യയോട് വലിയ കൂറുള്ള ഒരാളാണ്. അയാൾ പറയാണ്, നിൻ്റെ ഈ സ്വഭാവമല്ല അവിടെ ചെല്ലുമ്പോൾ മാറും, പ്രാർത്ഥനയൊക്കെ മാറിക്കോളും, നീ നന്നായി വരും. കാരണം ഈ പ്രാർത്ഥന ഒരു വേസ്റ്റാ. കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനിത്രയായി പ്രാർത്ഥിച്ചിട്ടാണോ? നിനക്കുള്ളതല്ല എനിക്കുമുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണോ? നിന്നെക്കാൾ എനിക്ക് ആരോഗ്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണോ? പ്രാർത്ഥിച്ച നിനക്കും പ്രാർത്ഥിക്കാത്ത എനിക്കും ഒരു കുഴപ്പമില്ല. ലോകമനുഷ്യൻ്റെ ചിന്തയുടെ ഒരു ശബ്ദം അത് തന്നെയാണ്. അതിൽ പട്ടാളത്തിൽ ചെന്നു. ആദ്യം തിരഞ്ഞത് പ്രാർത്ഥിക്കാനൊരിട. ആ പ്രഥമ ദിവസം തന്നെ രാവിലെ 5 മണിക്ക് ഉണരണം, 15 കിലോമീറ്റർ ഓടണം, തദനന്തരം ബ്രേക്ക്ഫാസ്റ്റിന് വരണം. പക്ഷേ ഈ ആദ്യ ദിവസത്തെ 15 കിലോമീറ്റർ ഓട്ടത്തിന് മുമ്പ് തന്നെ വാനിയ പ്രാർത്ഥിച്ചു. ഒഴിഞ്ഞു കിടന്നൊരു മുറിയുണ്ട്, അത് തുറന്ന് പ്രാർത്ഥിക്കും. ഒടുക്കം ഇത് കണ്ടുപിടിച്ചിട്ട് മേലധികാരി ചോദിച്ചു, നീ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്ന? അതെനിക്ക് അധർമ്മമൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ ഇടവരാതെ എന്നെ സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. യുദ്ധത്തിൽ ഇടപെട്ടുപോയി ആളുകളെ കൊന്നൊടുക്കാനൊന്നും വയ്യ. അദ്ദേഹത്തിന് അതൊന്നും വിശ്വാസമില്ല. ഇവനെ വാച്ച് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഈ പ്രാർത്ഥന മാറണമെങ്കിൽ ക്രിസ്തീയ സഭ ലോകത്ത് ചെയ്തു വെച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവനെ പഠിപ്പിക്കാൻ പറഞ്ഞു. നമ്മുടെ തന്നെ കുറേ കാര്യം അവനെ പഠിപ്പിച്ചാൽ മതി, അവനങ്ങ് പിന്മാറി പൊക്കോളും, അല്ലേ? അവനങ്ങ് പൊക്കോളും, എളുപ്പമാണ്. തെളിവടക്കം ക്ലാസ് എടുത്ത് മാറ്റിയിട്ടും വാനിക്ക് മാറ്റമില്ല. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന ശക്തിപ്പെട്ട് വന്നപ്പോൾ സെർജി എന്ന് പേരുള്ളൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. അവനും ഇതുപോലെ ഇവരെ 2 വഴിക്ക് മാറ്റി. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇവർ ഒന്നിച്ചു വരും. നല്ല പ്രാർത്ഥന. ഇതൊക്കെ ഇവൻ്റെ ശല്യമായി മാറിയ ഈ മനുഷ്യനെ ഇതിന് തിരിപ്പിച്ചേ പറ്റൂ. ഇവനെക്കുറിച്ചൊരു ശ്രുതി പരന്നു. ഇവനേതോ അമേരിക്ക പോലുള്ള രാഷ്ട്രത്തിൻ്റെ ചാരനാണ്. KGB അന്വേഷണത്തിന് വന്നു, പഠനം നടത്തി. അവനെ മാറ്റിയെടുത്തേ പറ്റൂ. മാറ്റാൻ 2 മേലുദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. ഏതളവിൽ ഇടപെടാ, 0 ഡിഗ്രി മൈനസിന് താഴേക്ക് കൊണ്ടെത്തിച്ച് കനത്ത തണുപ്പിൽ ഒരു രാത്രി മുഴുവൻ ഇട്ടു. ഒരു രാത്രി മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്നവൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ആ മഞ്ഞ് കണങ്ങൾ തന്നെ മൂടി ശരീരമാസകലം മഞ്ഞിൽ പൊതിഞ്ഞു വരുന്നവന് മരണം ഭവിക്കാതിരുന്നത് കണ്ട് അവർ അമ്പരന്നു. അടുത്തത് 100-300 കിലോമീറ്റർ അകലെ ദൂരമുള്ളൊരു തടവറയിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചു. ആ തടവറയിലെ പീഡയുടെ ഒരു പ്രത്യേകത, ശരീരത്തിലേക്ക് നമ്മൾ ഈ BP ഒക്കെ നോക്കുന്ന പോലുള്ള സംവിധാനമുണ്ടല്ലോ, ഇതുപോലൊരു ഉടുപ്പിടിവിക്കും. എന്നിട്ടിങ്ങനെ എയർ കയറ്റിവിടും. അകത്തേക്ക് ഒട്ടി പ്രഷർ കൂടി ശ്വാസം മുട്ടും. ഒരു രാത്രി മുഴുവൻ മരണാസനായി നിന്നിട്ടും മരിച്ചാലൊന്നും അവിടെ ഒന്നുമില്ല. അങ്ങനെ നിന്നു. അവൻ വന്നിട്ട് ആളോട് പറയും, ഞാൻ ദൂതന്മാരെ കണ്ടു, അവരെന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മരിച്ചാലും പേടിക്കാനൊന്നുമില്ല. ഇപ്പം ഞങ്ങളെക്കുറിച്ച് നീ ഒരു കാഴ്ച മാത്രമാണ് കണ്ടെങ്കിൽ, മരണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പവറല്ല, ഞങ്ങൾ നിന്റെ സേവകാത്മാക്കളായി മാറും. നിനക്കാണ് അധികാരം, നിനക്കാണ് ശക്തി. അവനെങ്ങനെ സന്തോഷിപ്പിച്ച വാക്കുകളൊക്കെ കൂട്ടുകാരോട് പറയും. ഈ മനുഷ്യനൊരു തലവേദനയായി മാറി. ഒടുക്കം പിന്നെ പരിഹസിച്ച ആളുകൾ ഒത്തുകൂടുമ്പോൾ ഒരു ചോദ്യം, നീ പറയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, അവിടുത്തെ ഒരു കൂട്ടുകാരൻ പറയാ, പട്ടാളക്കാരൻ പറയാ, എനിക്ക് നാളെ അവധി കിട്ടണം, വീട്ടിൽ പോകണം. ഒരു സാധ്യതയില്ല. നോക്കണം. അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരാ, ഇതൊരു പരീക്ഷണയുടെ ഒന്നുമല്ല,
നീ എന്നോട് ഒരു വാദവും വെച്ചിട്ടില്ല, പക്ഷെ വേറൊരുത്തൻ ആ വാദം ഏറ്റെടുത്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കാരണം നിന്നോട് പറയാൻ ഞാൻ അശക്തനാ. ആ വാദം അവൻ ഏറ്റെടുക്കുകയും അതിൻ്റെ ചുമതലക്കാരനായി എന്നെ ഇവിടെ ഇരുത്തുകയും ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിൻ്റെ വഴി സുഗമമാകും. ആ രാത്രി മുഴുവൻ വാനിയ പ്രാർത്ഥിച്ചു. പ്രഭാത ഭക്ഷണത്തിന് പോകുമ്പോഴേക്ക് അറിയിപ്പ് വന്നു, ഇവനെ അവധി. ഇതെങ്ങനെ കിട്ടിയെന്നറിയില്ല. പിന്നെ മനസ്സിലാകുന്ന നാളുകൾക്കപ്പുറത്ത് അവൻ കൊടുത്തൊരു അപേക്ഷ തലേ രാത്രി പരിഗണിച്ച് സന്ദേശം വന്ന പട്ടാള ക്യാമ്പിൽ 200 പേര് മാനസാന്തരപ്പെട്ടു. ഒറ്റ കാരണത്താൽ 200 റഷ്യൻ പടയാളികൾ ചെമ്പട 200 പേർക്ക് മാറ്റമുണ്ടാകാൻ സുവിശേഷ യോഗമോ പരസ്യയോഗമോ ട്രാക്ട് വിതരണമോ കൗൺസിൽ കമ്മിറ്റികളോ ഇവാഞ്ചലിസത്തിന് സ്വീകരിക്കുന്ന ഏതെങ്കിലും മെത്തഡോളജികളോ അല്ല ദൈവം ഉപയോഗിച്ചത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുഴങ്കാലിരുന്നുള്ള മഞ്ഞണിഞ്ഞ ആ മാമലകളുടെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണീരിനെ ദൈവം മാനിച്ചു. ചെമ്പടയുടെ 200 കരുത്തന്മാർ യേശുവിന്റെ ധീര സമരസേനാനികളായി മാറാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഉണർവിന് ദൈവം നിരക്കുന്ന കരുത്തർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ ദിനങ്ങളിലെ സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യം അത്തരത്തിൽ ചിലരാ. അവരെന്ന് എഴുന്നേറ്റാൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മാറും, ദേശത്തിന്റെ സ്ഥിതിഗതികൾ മാറും. അവരെ തിരഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ കൊണ്ട് മടുത്തു. KGB അന്വേഷണത്തിന് വീണ്ടും വീണ്ടും വിധേയമാക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അവർ ഉത്തരവെഴുതിക്കൊണ്ടിരിക്കുക, ഒരു കാരണവശാലും ഈ പട്ടാള ക്യാമ്പ് വിട്ട് പുറത്തു പോകാൻ ഇവനെ ഇടവരുത്തരുത്, ഒരാളോടും മിണ്ടാൻ അനുവാദം കൊടുക്കരുത്, വെറുതെ പോലും സംസാരിക്കരുത്. 5 ദിവസമൊക്കെ ആ പട്ടിണി കിടുന്നേ. പക്ഷേ ഉത്തരവ് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു മേലധികാരി വന്നിട്ട് പറഞ്ഞു, വണ്ടി എടുക്കുമ്പോൾ ഒരിടത്ത് പോകണം. വണ്ടിയിൽ 2 ആളും പോയി കഴിഞ്ഞാൽ ഉത്തരവ് എഴുതിയോ നോക്കുമ്പോൾ ആളില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ ആൾ പുറത്ത് പോയി. നല്ല ഡ്രൈവറാ, ഫുഡ് എടുക്കാൻ പോയതാ, ബ്രെഡ് വാങ്ങാൻ പോയതാ. മേലധികാരിയും താനും വേറെ 2 സുഹൃത്തുക്കളും കൂടെ പോകുമ്പോൾ വേഗത്തിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അത്ഭുതം നടക്കുക. അത്ഭുതം എന്താണെന്നറിയണ്ടേ? വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ തൻ്റെ കാതിൽ ആരോ പറയുന്നു. വേഗത കുറച്ചപ്പോൾ പറഞ്ഞ് വീണ്ടും വേഗത കുറയ്ക്കുക. വേഗത വല്ലാതെ കുറച്ചപ്പോൾ മേലധികാരി ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, സ്പീഡിൽ വണ്ടി വിട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറയുന്നു വേഗത കുറയ്ക്കണം, വണ്ടി സൈഡ് ഒതുക്കണം. സൈഡ് ഒതുക്കി തുറന്നപ്പോൾ താങ്കൾ കൊണ്ടുവന്ന ബ്രെഡെല്ലാം വഴിനീളെ കിടക്കുകയാണ്. 2 ആളും പുറത്തിറങ്ങി. മേലധികാരി പറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലേ ഇത് അടച്ചത്, ഒരുമിച്ചല്ലേ പൂട്ടിയത്, ഒരുമിച്ചല്ലേ ഈ കാര്യമെല്ലാം ചെയ്തത്, ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചേ? ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ 2 പേര് സസ്പെൻഷനിലാവും. ആഹാരം അവിടെ കൊണ്ടെത്തിക്കണം. അടുത്ത ഘട്ടം ഒരു കാഴ്ച കാണുന്നത്, അവർ നോക്കിക്കൊണ്ടിരിക്കെ വലിയൊരു ട്രക്ക് മറ്റൊരു വലിയൊരു വണ്ടിയിൽ ഇടിച്ച് 2ഉം മറിഞ്ഞു കിടക്കുന്നു. അനിയന്ത്രിതമായി വന്ന ട്രക്കിൽ ഇവരെ വണ്ടി ഇടിക്കാതിരിക്കാനുള്ള ഒരു ദൈവ സന്ദേശമാണ് കിട്ടിയത്. മേലധികാരിയോട് പറയുക, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഈ വഴി പോകരുതെന്ന്. ഇങ്ങനെ ദൂതുള്ള ദൈവമക്കളൊരു കാലമാ ഇനി. ദൈവമോ അനുകൊടുത്തോർത്ത് പ്രസംഗം പറഞ്ഞു നല്ല ഇനി പറയേണ്ടത്, ഡിസ്ട്രിക്ട് ഭാഷ പറഞ്ഞു നല്ല പറയേണ്ടത്, പാട്ട് പാടുന്ന ആളുകൾ പറഞ്ഞു നല്ല പറയേണ്ടത്. നമുക്ക് ഈ ശബ്ദത്തെയൊക്കെ മറന്നിട്ട് ആ ദൈവ ശബ്ദം കേൾക്കാൻ ആര് കാതുകൂർപ്പിച്ചെന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അവരൊരു കാലം അതില്ലാത്ത ജീവിതം ക്രിസ്തീയമല്ല. ദൈവമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടുന്ന ഇടത്ത് ദൈവത്തിന് ഇനി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഹൃദയം ത്രസിക്കട്ടെ തമ്പുരാന് വേണ്ടി. ഇങ്ങനൊക്കെ ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന്, ശബ്ദം കേൾപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, ആപത്തും അനർത്ഥവും തൊട്ടുമുമ്പിൽ വരുമ്പോൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇത്തരം അനുഭവങ്ങൾ ചെറുതും വലുതുമായുള്ള നിരവധി പ്രിയപ്പെട്ടവർ ഇന്നിവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതിനെ തേച്ചു മിനുക്കി എടുക്കുന്നതിൽ, രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നമുക്ക് ഭവിച്ച പരാജയത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങണം, ദൈവപ്രവൃത്തിയിലേക്ക് മടങ്ങണം, ദൈവത്തിന്റെ ഇടപെടലിലേക്ക് മടങ്ങണം. മുഴങ്കാലിലെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് വികസിപ്പിച്ചെടുക്കണം, അതൊന്ന് ത്രസിപ്പിച്ചെടുക്കണം, അതൊന്ന് ഊർജ്ജപ്പെടുത്തിയെടുക്കണം, അതൊന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം. അവരെ കൊണ്ട് ദൈവം കാലത്തെ മാറ്റാൻ പോകുക, ദേശത്തെ മാറ്റാൻ പോകുക. ഇന്ത്യ കാത്തിരിക്കുന്ന ആ വലിയ മാറ്റത്തിന്റെ കാഹളധ്വനി നമ്മുടെ എല്ലാം കാതുകളിൽ കേൾക്കാം. നമ്മുടെ സമചിഷ്ടങ്ങൾ 1500 പേര്
ഇന്ത്യയിലെ ജയിലുകളിൽ വീർപ്പുമുട്ടി കഴിയുക, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്നിവിടെ വന്നിരുന്ന് നമ്മൾ കേട്ടു. സെൻട്രൽ വാസ് പറഞ്ഞു നമുക്ക് ഫുഡുണ്ട്, എല്ലാവർക്കും വന്നിരിക്കുന്നവർക്കൊക്കെ സന്തോഷമുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ അനേകായിരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ജയിലിടങ്ങളിൽ അടക്കപ്പെടുമ്പോൾ ന്യായവിധി നമ്മിലേക്ക് വരാതെ ഈ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ചിട്ട് ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ വിഭിന്നമായ ഒരു മടക്കയാത്രക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മപ്രേരണ തരുന്ന എത്ര ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഞാനുൾപ്പെടെ, കേൾക്കുവിൽക്കാരുൾപ്പെടെ നമുക്ക് ഒരുമിച്ച് ചില തിരുത്തലുകളുടെ പ്രക്രിയകളിലേക്ക് കടക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഓരോ ജീവിതങ്ങളെയും തൊട്ടുകൊണ്ടിരിക്കട്ടെ. എല്ലാവരിലും ആ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവനെ കൊണ്ട് മടുത്തു, ഒരു രക്ഷയുമില്ല. ഒടുക്കം മേലധികാരി ഒന്ന് ചിന്തിച്ചു, ഇവനിലൊരു കുറ്റം ചുമത്തി ഇവനെ കൊല്ലാൻ നേരെ ഏൽപ്പിച്ചു കൊടുക്കുക KGBക്ക്. കാരണം അവർക്ക് കൊല്ലാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. മൊസാദിനും KGBക്കൊക്കെ ഒരുത്തിനെ കൊല്ലണമെങ്കിൽ ഒരു കാരണവും വേണ്ട, സംശയം തോന്നിയാൽ മതി. അതാ ചാരപ്പടയുടെ പ്രത്യേകത. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. റഷ്യയുടെ KGBയെ വിളിച്ചു വരുത്തി അവനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചു എന്നല്ല, വലിയ സന്തോഷത്തിലാണ് അവൻ്റെ മേലധികാരി. കാരണം അയാളുടെ പ്രമോഷനെ ബാധിക്കുന്നു ഈ ശല്യം. അയാളുടെ ഡിപ്പാർട്ട്മെന്റിൽ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇതാ ഇവിടെയെല്ലാം റഷ്യയ്ക്ക് വിപരീതമായ വിധത്തിലെ ബൈബിൾ പ്രചരിപ്പിക്കുന്നു, ആശയം പ്രചരിപ്പിക്കുന്നു. 200 പടയാളികൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഇതിവിടെ വേണ്ട. ലെനിൻ ഡിഗ്രി 0.5 ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ മതപ്രചരണം കുറ്റം ചുമത്തിക്കൊള്ളണം. സ്തോത്രം. വേദനാജനകമായിരുന്നു. അടുത്ത നിമിഷങ്ങൾ മേലധികാരി വീട്ടിൽ ചെന്നു, ഭാര്യയെ വിളിച്ചു. നീ അറിഞ്ഞോ, നമ്മുടെ ശത്രു തകരാൻ പോവാ, നമ്മുടെ പ്രൊമോഷൻ റെഡിയാകാൻ പോവാ. അയാൾക്കൊരു മോനേ ഉള്ളൂ. ഭാര്യ ചോദിച്ചു, എന്താ കാര്യം? അവർ നേഴ്സാ. കേട്ടപ്പോൾ പറഞ്ഞു, അവനെ നാളെ തട്ടും. അവൾ പറഞ്ഞു, പാടില്ല, പാടില്ല, അതൊരു പാവം മനുഷ്യനാ, ഉപദ്രവിക്കരുതേ, ഉപദ്രവിക്കരുതേ, അവനെ തുടരുതേ. ഇത് കേൾക്കുമ്പോഴാണ് വചനം പറയുന്നേ, എൻ്റെ അഭിഷിക്തന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്, എൻ്റെ പ്രവാചകന്മാരെ തുടരുത്. ഇന്ത്യ മഹാരാജ്യത്തോട് ആ ശബ്ദം ഇന്ന് രാത്രി ആത്മാവിൽ അവിടുത്തെ അഭിഷിക്തന്മാരാ ഞങ്ങൾ ചേർന്ന് പറയുക, എൻ്റെ പ്രവാചകന്മാരെ തുടരുത്, എൻ്റെ അഭിഷിക്തന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. കാലം കരുതി വെച്ചിട്ടുണ്ട്, അതിന് തക്കതായ ചിലതൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആത്മാവിൽ അഭിഷിക്തന്മാരാ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ മഹാരാജ്യത്തോട് കൃത്യമായ ദൈവത്തിന്റെ ദൂതറിയിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അയാൾ വിട്ടില്ല, മടങ്ങെത്തി. പിറ്റേന്ന് പ്രഭാതം KGBക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചോദ്യം ചെയ്ത് ഇദ്ദേഹത്തെ വകവരുത്തുമെന്ന പ്രതീക്ഷയോട് മേലധികാരി ചെല്ലുമ്പോൾ കാണുന്നത് വാനിയ നിലത്ത് കിടക്കുന്നു. ആഹ്ലാദചിത്തനായി വാനിയെ ചവിട്ടുവാൻ അടുത്തേക്ക് ചെന്ന ഇയാൾ അമ്പരന്നുപോയി. കാരണം ചോദ്യം ചെയ്യലുകൾക്ക് ഒന്നും അവസരം കൊടുക്കാതെ KGB കൊന്നുകളഞ്ഞു അദ്ദേഹത്തെ. നിശ്ചലമായ ശരീരം വികൃതമാക്കിയിട്ടിരിക്കുക. ഇവിടം കൊണ്ടൊന്നും കഥ തീരെയല്ല. തിരികെ പോവുകയാണ് മേലധികാരി. പോകുമ്പോഴൊക്കെ വാനിയ ചോദിച്ചു കൊണ്ടിരിക്കുക, തൃപ്തിയായോ, സന്തോഷമായോ? കാതുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, തൃപ്തിയായോ, സന്തോഷമായോ? അതാ പാപത്തിൻ്റെ ശക്തി. കഴുത്തറത്ത് കൊല്ലുന്നവരുണ്ടേ, രാഷ്ട്രീയ കൊല നടത്തുന്നവരുണ്ടേ, ഇഷ്ടമില്ലാത്തവനോട് പാര വെച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടേ. ജയം താൽക്കാലികമാണ് സ്നേഹിത. മടക്കയാത്രയിൽ അന്തരാത്മാവിൽ ഇത്തരമൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കും, തൃപ്തിയായോ, തൃപ്തിയായോ? വളഞ്ഞ വഴിക്ക് മേലുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നല്ല വിധി സമ്പാദിച്ചു കാണും, രക്ഷപ്പെട്ടു എന്ന് കരുതി കാണും. പക്ഷേ അന്തരാത്മാവിൽ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, സുഖപ്പെട്ടോ, സന്തോഷമാണോ, സന്തോഷമാണോ? ക്ഷമിക്കണം, ഞാൻ ഒരു മനുഷ്യൻ്റെ ശവടക്കി, പയ്യനാ, 40 വയസ്സ് 45 വയസ്സ് കാണും. അന്ന് ഇപ്പോൾ അത്രയൊക്കെ കാണുള്ളൂ. 8 കൊല്ലം മുമ്പാ. ജോലി ഗുണ്ടായിസ. ഗുണ്ടകൾക്ക് പൊതുവായൊരു സ്വഭാവമുണ്ട്, അവർക്ക് ആരോടും വിരോധമൊന്നുമില്ല. നമ്മൾ
നമ്പർ കാണിക്കുക, ആളിൻ്റെ ഫോട്ടോയും കാണിക്കുക, അവരെ വന്ന് തട്ടിയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വയ്ക്കുക. എന്താ? ഒന്നുമില്ല, അവർ പറഞ്ഞു അത്രേ ഉള്ളൂ. തട്ടിയിട്ട് പോകും. അന്നത്തെ കൂലി ഒരു ബിരിയാണിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഗുണ്ട. ഞാൻ ഇയാളോട് അല്പനേരം സംസാരിച്ചു മരിക്കുന്നതിന് മുമ്പ്. വിടുതൽ വേണ്ടേ? നമുക്കിതൊക്കെ മാറണ്ടേ? ശരീരത്തിനൊന്നും വയ്യ. വേണ്ട പാസ്റ്റർ, ഞാൻ ചെയ്തു വെച്ച കുറ്റകൃത്യങ്ങൾ വെച്ച് നോക്കിയാൽ വേണ്ട, ജീവിക്കാൻ ഭയം. കാരണം കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ഉപദ്രവിച്ച മനുഷ്യൻ മുൻപിൽ വന്ന് പുഞ്ചിരിയോടെ നിൽക്കുക. ഉറങ്ങാൻ വയ്യ. ഈ മനുഷ്യരെ സ്വപ്നം കാണുക. ഇത് ഹാലൂസിനേഷൻ എന്നോ സൈക്കോളജിയോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ ഇയാൾക്കിതൊരു യാഥാർത്ഥ്യമാണ്. ഇയാളെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുക. അവിടെ ആ ഭക്തൻ പറഞ്ഞത്, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ശൗലിനെ കൊല്ലാൻ നിരന്തരം അവസരം കിട്ടും. യജമാനനായ രാജാവേ, ഞാൻ നിന്നെ കൊല്ലൂല. നീ യഹോവയുടെ അഭിഷിക്തൻ. പ്രതികാരം ചെയ്യാൻ മനസ്സില്ലാതെ മാറി നടന്നവനെ തേടി ദൈവത്തിൻ്റെ അനുഗ്രഹകരം വന്ന പോലെ നമ്മയും കാത്ത് ഒരു നിയുക്തമായ അഭിഷേകം, ഒരു പുത്തൻ ഉണർവ്, ഒരു പുത്തൻ നിയോഗം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വേണം ആ ദൈവ സാന്നിധ്യം? പകയുടെ ഹൃദയം പോകട്ടെ. നമ്മുടെ ഉള്ളത്തിൽ നിന്ന് അത്തരം ചിന്തകളും മാറി ഒരു നിഷ്കളങ്ക മനസ്സിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നിടത്ത ഉണർവിന്റെ വ്യാപനം ദൈവം ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് ഒരുമിച്ച് വേണം അത്. നമ്മളിലെല്ലാം ഉണ്ട് കുഴപ്പം. ഞാൻ തികഞ്ഞെന്ന് പറയല്ല. ഞാൻ ഇങ്ങോട്ട് ഒരു പാതി പ്രാർത്ഥിച്ചത്, കർത്താവേ എന്നോട് സംസാരിക്കണേ. എൻ്റെ മാത്രം അനുഭവമല്ല. പ്രസംഗിക്കുന്ന ദിവസന്മാരോട് ചോദിക്കുക, ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് 5 അടി തരുമ്പോൾ 10 അടി തമ്പുരാൻ അറിയാതെ തരുന്നുണ്ട്. പാഴ്സൽ കണക്കിന് ഉണ്ടെന്ന്. അത് വിജയപ്രദമായ ശുശ്രൂഷയിൽ തിരിച്ചും കിട്ടിയ അടി. നമുക്കൊന്ന് ജയമെടുക്കാം. നമുക്ക് സന്തോഷചിത്തരായി വേണം ആ വചനത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കാൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ. ഇങ്ങനെയുള്ള മനുഷ്യരെ തൊട്ടുനിർത്തുമ്പോൾ അപ്പോസ്തലൻ പറയണേ, എങ്ങനാ ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ തീർന്ന്? ഈ ചോദ്യം ഒരു കുറെ കൂടി കൃത്യതയോടെ ചോദിച്ചു. ഒരു കണക്കിനത് ഗുണമായി. കാരണം എവർ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയ പൗലോസിൻ്റെ ഒക്കെ. നിരീശ്വരൻ ഈ ചോദ്യം ചോദിച്ചു. നമ്മൾ പലപ്പോഴും ഈ ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ ഇവരോരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആൾ ഫ്രണ്ടിൽ ഇരുന്ന് ചൂടാവും. ഇവനെ ഒതുക്കാൻ അതിലും പാട്. അവനൊരു നിങ്ങളോട് മാത്രമാണ് രഹസ്യം പറയാം, ഞങ്ങളൊരു ബുദ്ധിമുട്ടിയെ ഇവനെ ഇങ്ങനെ പ്രകോപിതനാക്കി വെച്ചേക്കുന്നത്. നമ്മൾ കയറി അതിലും വലിയ പ്രകോപിതരായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഒന്ന് പണ്ടൊരു കൊച്ചെ നമ്മുടെ രക്ഷിക്കപ്പെട്ടൊരു അച്ഛൻ്റെ അടുത്ത കാലത്ത് രക്ഷിക്കപ്പെട്ടൊരു അച്ഛൻ്റെ അടുത്ത് ഇറച്ചി വാങ്ങാൻ പോയി. കശാപ്പായിരുന്നു. അവന് കൊമ്പം മീശയെ കണ്ട, അതും കളഞ്ഞില്ല. നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ. ഈ തൂങ്ങിക്കിടക്കുന്ന മാംസത്തിൻ്റെ ഒരു ഭാഗം വെട്ടിയിട്ട് കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു. കൊച്ചു പറഞ്ഞു രക്ഷിക്കപ്പെട്ടു. അതങ്ങോട്ട് വെച്ചൊരു ഒറ്റ വെട്ടിയിട്ട് ചോദിച്ചു, സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. സ്നാനപ്പെട്ടു. ഒരു 5-6 ഞുറുക്കി വിട്ടിട്ടു, അഭിഷേകം പ്രാപിച്ചു എന്ന്. കൊച്ചൊരൊറ്റ ഓട്ടമായിരുന്നു. ഇയാൾ നല്ല ബോധത്തോടെ ചെയ്താ, പക്ഷെ പറ്റിയെന്താ? അത് ദോഷം ചെയ്താ. ചിലർ പരസ്യത്തിന് പോകില്ല, ആ കൂടെ നിന്നാൽ മതി. പരസ്യത്തിന് ചില ശല്യക്കാരുണ്ട്. സുവിശേഷം പറയുമ്പോഴും ഉണ്ട്. എന്താ, ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടവഴി കയറി പറയുക. എനിക്കൊരനുഭവം ഉണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ തൽക്കാലം. അയാൾ പറഞ്ഞോളൂ. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും മൗനമായിട്ട്. കാരണം നമ്മളീ പറയുന്ന സാഹിത്യം കേട്ടൊന്നുമല്ല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. ഡിബേറ്റ് പോലും അല്ലെന്ന്. അതൊക്കെ എന്തിനാണെന്നറിയണ്ട, ഉറപ്പിക്കാനാണ്. ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ധൈര്യവും അചഞ്ചലതയും പബ്ലിക്കിന് ബോധ്യപ്പെടുത്താനുള്ള അതൊക്കെ. ഹല്ലേലൂയ. അതിനല്ലേ. അപ്പോൾ വിഷയത്തിലേക്ക് വരണം. ഇവിടെ പലസ് ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, ഇതൊക്കെ ശരിയാ സാറേ, പക്ഷേ ഈ മരിച്ചുപോയി 10,000-2000 വർഷം മുമ്പുള്ളൊരു മനുഷ്യൻ എങ്ങനെ ഉയർക്കും? ഇനി ഇത്രയും വർഷമായില്ലേ? അതിലൊരു ചെറിയ ശരി പോലെ നമുക്കും തോന്നും. എന്താ കാര്യം? നമ്മൾ മരിച്ചു, നമ്മളെക്കൊണ്ട് ചർച്ചകോടിൻ്റെ പന്തളം അടുത്തുള്ള സെല്ലിൽ കൊണ്ടുവച്ചു. സെല്ലിൽ വച്ചു, പ്രാർത്ഥിച്ചു, നമ്മൾ ബണ്ണുമൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സെല്ലിടിച്ച് പൊളിച്ച് പണിതു. ഈ മണ്ണിൻ്റെ നല്ലൊരു ഭാഗം
കായലിൻ്റെ ഭാഗത്ത് മൂടാൻ വേണ്ടി കൊണ്ടുപോയി. കുറേ ഒലിച്ചുപോയി, അതിലൊക്കെ പോയി, മണ്ണായി. അന്ത്യകാഹളം കേൾക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് ഉയർക്കും? വേണേ പറയാം, സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തുവോ? നമ്മുടെ കാര്യമല്ല, പാവിയുടെ കാര്യമാണ്. കാരണം അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ചില സാധനം ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഒരു വസ്തു ഇവിടെ ഇല്ല. കാരണം എന്താ? മൺമയൻ്റെ പ്രതിമ ധരിച്ച പോലെ വിൺമയൻ്റെ നമ്മുടെ വേറെയാ ബോഡി. അതെങ്ങനെ എന്നാലും ഇത്രയും വർഷമായൊരു സാധനമല്ലേ? അവിടെ പഠിക്കണ്ട. ഇത്രയും വർഷം ആയത് ആർക്കാന്നറിയോ? നമുക്കാ. മനസ്സിലായില്ല. സ്തെഫാനോസിൻ്റെ തലയെറുത്തു കൊന്നു, കല്ലെറിഞ്ഞു കൊന്നു. സ്നാപകൻ്റെ ഉടലൊരിടത്ത്, തല ഒരിടത്ത്. പൗലോസിനെ ഈർച്ചവാളിനാൽ കൊന്നു. ആ ബോഡിയൊക്കെ 2000 ആണ്ട് കഴിഞ്ഞപ്പോൾ ഉയർക്കുമോ? എന്താണതിൻ്റെ സാധ്യത? ആ ചോദ്യം ഒരാൾ ഉന്നയിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഉത്തരം ഞാൻ പറയാം. നമുക്കാണേ 2000 വർഷം. എങ്ങനെ 2000 വർഷം എന്നറിയണ്ടേ? ഈ ഭൂമി ഇങ്ങനെ കറങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ കറക്കം നമുക്ക് ബാധകമല്ല. ഇവിടെ കിടന്ന് ഇത് കറങ്ങും. നമ്മുടെ സമയക്രമം മാറി. മനസ്സിലായില്ല? ഞാനതിനെ ഒരു എസ്കറ്റോളജിക്കകത്തൊരു ചോദ്യം ചോദിച്ചേ, നമ്മൾ 7 കൊല്ലം മധ്യാകാശത്തിൽ വസിക്കുന്ന. ഞാനൊരാൾ ചോദിച്ചു, കലണ്ടർ മനോരമ തന്നെയാണോ അന്നേരം? കാരണം എന്താ? ഭൂമി കറങ്ങുന്നതിനല്ലേ ഒരു ദിവസം എന്ന് പറയുന്നേ. നമ്മൾ പൊങ്ങി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കിട്ടും? ഈ കണക്ക് വെച്ചെങ്ങനെ ആ കണക്ക് കൂട്ടുന്നത്? മനസ്സിലായില്ല? ഇങ്ങനെ ഉൽപ്പത്തിയിലെ സൃഷ്ടി. ഉൽപ്പത്തിയിലെ സൃഷ്ടിയെപ്പറ്റി പറയുന്ന ഭൂമിയിൽ നിന്നല്ല. ദൈവം ഭൂമിയിൽ നിന്ന് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ശരിയാ. ഭൂമി സൃഷ്ടിക്കുന്നതും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതുമൊക്കെ അതിൻ്റെ സെൻറ്ററ്, ആ ന്യൂക്ലിയസ് എന്ന് പറയുമല്ലോ, അതെങ്ങനെ ഭൂമിയാകുന്നത്? കാരണം ഭൂമിയും സൃഷ്ടിക്കണം. അതുപോട്ടെ, യോം എബ്രായ പദം അതാ സൃഷ്ടിച്ചതിൽ ഈ ദിവസത്തിന് കൊടുത്തിരിക്കുന്നത്. അതിലും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യം കേൾക്കണം. സന്ധ്യായുഷസുമായി 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? സന്ധ്യയായി എന്നും പറഞ്ഞു. അങ്ങനെയാണോ ദിവസം തുടങ്ങണ്ടേ? സന്ധ്യയായി, ഉഷസ്സായി. ജൂതന്മാരിന്നും അങ്ങനെയാണ്. വൈകിട്ട് 6 മണിക്കാണൊരു ദിവസം. മനസ്സിലായല്ലോ? 6 മണിക്കാണ് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. നമുക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങുന്നത്. ചന്ദ്രനാണ് അവരുടെ പഞ്ചാംഗം. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. ഇതാ വചനം. 360 ദിവസമേ ഉള്ളൂ. നമുക്ക് 65 ഉണ്ട്, കാരണം സോളാർ. അപ്പോൾ ഈ ക്രമമനുസരിച്ച് സൃഷ്ടി ഇങ്ങോട്ട് നടപ്പിലാക്കി വരുമ്പോൾ 7-ാം ദിവസം പറയുകയാണ്, 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. പക്ഷെ വിലപിടിപ്പുള്ളൊരു പ്രയോഗം അവിടെ ഇല്ല. സന്ധ്യായുഷസുമായി 7-ാം ദിവസം ഇല്ല. അപ്പോൾ പിന്നെ അതെങ്ങനായിരിക്കാം? 6 വരെ കൃത്യം വന്നു, 7-നില്ല. എബ്രായലനക്കാരൻ പൂരിപ്പിക്കുക, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു, ഒരു ശബത്തനുഭവം, ഒരു സബാറ്റിക്കൽ ഇയർ ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് അല്ലെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ടല്ലോ, അവളും സ്തെഫാനോസും പൗലുസും ഒക്കെ ഉയർക്കുന്ന സമയക്രമം ഭൂമിയിലെ 2000 അല്ല, ഒരു സ്വർഗീയ ക്രമം. അതുകൊണ്ടൊരു നൊടിയിട പോലെ ഇത് ഫീൽ ചെയ്യൂ. ഒരു നൊടിയിട. ഹല്ലേലൂയ. കണ്ണ് ഇമയ്ക്കുന്ന ഇടയിൽ അത്രയും ടൈമിനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആകും. ഹല്ലേലൂയ. മരിച്ചവർ അക്ഷരാട്ടുയർക്കും. ഈ വലിയൊരു തത്വം പൗലോസിന് പറയണമെന്നുണ്ട്. ചുമ്മാ കയറി പറയാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം കൊരിന്തിൽ നിന്ന് വരിക, എങ്ങനെ ഉയർക്കും? സാറ് പറഞ്ഞിട്ട് പോ. ചോദ്യം ചോദിച്ചവനെ കയറി വിളി മൂഢ. ഉഗ്രൻ ചോദ്യം ചോദിച്ച് ഉത്തരം എങ്ങനെ? മൂഢ. ചിലതരം പരീക്ഷ എങ്ങനെ? നമ്മൾ വലിയ കാര്യമായിട്ടായിരിക്കും അങ്ങോട്ട് ചോദിക്കുന്നത്. ഉത്തരം വളരെ സിമ്പിളായിരിക്കും. അങ്ങനെയാണ്. ഞാൻ പതിവായി പലയിടത്തും പറയുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. ന്യൂട്ടൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, മാത്തമാറ്റീഷ്യൻ. ന്യൂട്ടൻ വിശ്വാസിയായിരുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളായിരുന്നു. ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിനൊക്കെ പഠനം നടത്തിയ ആളാണ്. അവിടെ തന്നെ ന്യൂട്ടൻ ഒറ്റപ്പെട്ടാണ് ഇവർക്കിടയിൽ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു,
ഈ ന്യൂട്ടൻ ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിജീവിയൊന്നുമല്ല. ഞാൻ അയാളെ കുരുക്കാം. ഞാനൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കാം. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഇട്ടിട്ട് ന്യൂട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 1 മാസം എടുത്ത് മറുപടി. ഇല്ല, പിന്നെ ഇയാൾക്ക് ഇത് ചെയ്യാൻ കഴിയല്ലേ, പരാജയം സമ്മതിച്ചേക്കണം. ഇത് ചെയ്യാൻ ന്യൂട്ടൻ 2-3 മിനിറ്റ് മതിയായിരുന്നു. ചെയ്ത് ബുദ്ധിമാനായ ന്യൂട്ടൻ തൻ്റെ പേര് ഒപ്പൊന്നും വെക്കാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞു, ഇത് നീ ചെയ്തായിട്ട് പറഞ്ഞേക്കണം, ഇതാ കൊടുത്തേക്കാൻ. പോയ വേഗത്തിൽ ഡ്രൈവർ കൊണ്ട് കൊടുത്തു. അങ്ങോട്ട് നോക്കിയിട്ട് ആ മാത്തമാറ്റീഷ്യൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് ചരിത്രത്തിൽ, താങ്കും അങ്ക്വി ലിയോണം. എന്നാ മനസ്സിലായി? അയാളിങ്ങനെ പറഞ്ഞു, അന്യഭാഷ എന്ന് മനസ്സിലായില്ലേ? താങ്കും അങ്ക്വി ലിയോണം. അതിലൊരു പദം ഓർമ്മ വരുന്നു, ലിയോണം, ലയൺ. ഇതിൽ ആ സിംഹത്തിൻ്റെ കരസ്പർശമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആരാ? അപ്പോൾ പരീക്ഷ ഇട്ടവനൊരു വലിയ പരീക്ഷ, ഉത്തരം എഴുതുവനിതൊരു ഉത്തരമല്ല. പൗലോസിൻ്റെ അടുത്തൊരു കട്ടി ചോദ്യം, ഉത്തരം വളരെ സിമ്പിൾ. മൂഢ, മരിച്ചവർ ഏതുവിധം ഉയർക്കുമെന്നാണോ നിൻ്റെ ചോദ്യം? എന്നിട്ടേ ആ ഉത്തരത്തിൻ്റെ കൂടെ ഒരുവനെ കൂടെ നിർത്തി, അത് യേശുവിനെയാണ്. നോക്കാം യേശുവിനെ. ഇത് പഠിക്കാനുണ്ട് യേശു എന്ന വ്യക്തിത്വത്തെ. കാരണം നമ്മുടെ ശരീരത്തെപ്പറ്റി ഏറ്റവും പഠിക്കുന്ന ആൾ ഡോക്ടറാണ്. അങ്ങനെയാണ്. ഡോക്ടർമാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം നമ്മുടെ ശവശരീരമാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ച് പഠിക്കാൻ മരിച്ചവൻ്റെ ബോഡി വേണം, ശവശരീരം വേണം. അതെല്ലാം കീറി മുറിച്ച് പഠിക്കുക, ഓരോ പാർട്സും പഠിക്കണം. എന്തിനാ പഠിക്കുന്നറിയണ്ടേ? ഇവൻ്റെ കുഴപ്പം നോക്കി വേണം നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ. എന്താണിതെന്നറിയണം. ഒരു പെർഫെക്റ്റ് ബോഡി കിട്ടിയാൽ ഒരു ഡോക്ടർക്ക് സന്തോഷമാണ്. അങ്ങനെ എല്ലാം തികഞ്ഞൊരു ബോഡി കിട്ടാനും പാടാ. എല്ലാം തികഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പൂർണ്ണരായിട്ട് കർത്താവിനെ മാറ്റി നിർത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെന്ന് തീർത്ത് പറയരുത്. ഒരാളുണ്ടെല്ലാം തന്നെ, ജസ്റ്റിസ് പരിപൂർണൻ എന്നാ പേര്, ഇന്ത്യക്കാരനാണ്. ബാക്കി ഞാൻ മനസ്സിലാക്കിയ ആളുകളെല്ലാം ഏതാണ്ട് കുറവുണ്ട്. ആ സാറ് റിട്ടയർ ആയതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞാൽ, അല്ലേ ഇപ്പോൾ പ്രശ്നമായിപ്പോൾ തന്നെ. ബാക്കി നമ്മളിലെല്ലാം ഉണ്ട്. ഏതോ ഒരു കുറവല്ലേ, ഏതോ ഒരു അപാകത. ഇപ്പോഴാ കത്തിയ ചിലർക്കല്ലേ. നമ്മുടെ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് പരിപൂർണൻ. അങ്ങനെയൊക്കെയാണ്. പോട്ടെ. അപ്പോഴേ ഈയിടയ്ക്ക് ഞാൻ മലബാറിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു. പേര് രസകരം. ആദ്യം ഇതിനെയും കടത്തി വിട്ടും, പരിശുദ്ധൻ. അതെന്ന് അവിടെ പറയാം, പരിശുദ്ധം പാസ് മുമ്പോട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അടുത്തുകൂടാത്ത വിശുദ്ധീകരണം പുള്ളിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതി മാറിയിരുന്നു. നേരായ കാര്യമാണ്. പോട്ടെ. അദ്ദേഹം കേൾക്കുന്നത് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയതായ കാര്യത്തിന്. ദൈവമക്കളെ, ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും വയ്യാത്തൊരു കാലമാണ്. എന്തിനാ പറഞ്ഞേ? അപ്പോൾ ഇവിടെ ഡോക്ടർ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ കിട്ടൂല. ഡോക്ടറെ ആകാംക്ഷ അതാണ്. സ്റ്റിച്ച് ചെയ്യുന്ന ആൾ നമ്മുടെ ഉടുപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, തയ്യൽ പഠിച്ചോണ്ട്. അങ്ങനെയാണ്. വാച്ച് നന്നാക്കുന്നവൻ വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കും, മുടി വെട്ടുന്നവൻ തലയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് പെർഫെക്റ്റ് ആണോന്നാണ്, നന്നായോ എന്നറിയാനാണ്. എന്തിനാ അവരെല്ലാം വിട്. നമ്മൾ പാസ്റ്റർമാർ തന്നെ ഒരിടത്ത് ചെന്നാൽ ആദ്യം പറഞ്ഞത് എന്താ? മുമ്പിരുന്ന പോലൊന്നും അല്ല, എനിക്ക് കുറേ പോളിസിയൊക്കെ ഉണ്ട്. മറ്റേ ഭാഷയെ പറ്റി വല്ലതും പറഞ്ഞു എന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് ഏതാണ്ടൊക്കെ പുതിയ പോളിസി ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ ഓപ്പണിംഗ് വേഡ്. അങ്ങനെയാണ് അല്ലേ? ഞങ്ങളും ഇങ്ങനെ. ഇന്നലെ ആരാ പ്രസംഗിച്ചേ? അത് കാവാലോ ആണ്, അല്ല ഇന്ന ആളാണ്. ഒന്നും മിണ്ടുകയില്ല. നമ്മളെല്ലാം ഇങ്ങനെയാണല്ലേ. പെർഫെക്റ്റ് ആണോ എന്നിങ്ങനെ നോക്കുക, തിരക്കാണ്. ഡോക്ടർ നോക്കുന്നൊരു പെർഫെക്റ്റ് ബോഡി ലൂക്കോസിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം പൗലോസ് പരിചയപ്പെടുത്തി നസ്രായനായ യേശുവിനെ. അന്ന് മനസ്സിലായി ഇതുപോലൊരു സാമ്പിള് ജീവിതത്തിൽ വന്നിട്ടില്ല. അടിയേറ്റ്, ഇടിയേറ്റ്, പീഡയേറ്റ്, മാനസികമായി തകർത്തിട്ടും മണ്ണോട് മണ്ണ് ചേരാൻ അനുവദിക്കാതെ, ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാതെ, കോടാനുകൂടി കരുത്തോട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന നസ്രായനായ യേശുവിനെ പൗലോസ് അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ
ലൂക്കോസ് അക്ഷരാർത്ഥത്തിൽ കണ്ടില്ല, പക്ഷെ ഈ വൈദ്യന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണെന്നറിയണ്ടേ? അതാ സുവിശേഷത്തിന്റെ പരിവർത്തനാത്മകത. 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിനു മുന്നമേ മരിച്ചടങ്ങിയ അവിടെ നിന്ന് ഉയർത്തുന്നേറ്റ നസ്രായനെ കുറിച്ച് ഈ പന്തളത്ത് പ്രസംഗിക്കുമ്പോൾ വചനത്തിന്റെ ആ ശബ്ദമാധുര്യം നിങ്ങളെ അത് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശിരാനരമ്പുകളിൽ ആ ആവേശം പടർന്നു കയറിക്കൊണ്ടിരിക്കും. അതാ സുവിശേഷത്തിന്റെ ശക്തിയും വ്യാപ്തിയും. ആ യേശുവിനെ ഇപ്പോൾ കൂടെ നിർത്തിയിട്ട് പൗലോസ് പറയുക, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. മാത്രമല്ല, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദഗതി ചെയ്യേണ്ടി വരും. അങ്ങനെ ഭേദഗതി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വരെ ഫോഷ്ക്ക് പറഞ്ഞു വന്ന് വരും. അതുകൊണ്ട് ഒരുവൻ എവണ്ണമാണ് ഉയർക്കുന്നത് ചോദിച്ചാൽ പറയുക, മൂടാ, നീ കൃഷി ചെയ്യുന്ന ഇടത്തെ ഗോതമ്പ് മണികൾ കൊണ്ട് വിതയ്ക്കുമല്ലോ. അത് ചത്തുപോയ ഗോതമ്പ് മണിയല്ലേ, നിർജീവമായ പയർമണിയല്ലേ? പറയാം, ചത്തുപോയി നിർജീവമായി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന കർഷകനറിയാം. വിത്തിന് ശേഖരിച്ച ധാന്യം ചാരവും വെള്ളവും വളവുമൊക്കെ ചേർത്ത് ഒരു കിഴി കെട്ടിപ്പണ്ട് നമ്മളിങ്ങനെ പുക കിട്ടാൻ സൂക്ഷിച്ചു വെക്കും. അതിനുള്ളിലെ ജലാംശം പറ്റി ജീവൻ്റെ സകല അണുക്കളും അപ്രസക്തമായി ഉണങ്ങിക്കരിഞ്ഞു. ഇതുകൊണ്ട് കുഴിയെടുത്ത് കുഴിയിലേക്കിടുമ്പോൾ ഇത് തന്നെ ശവസംസ്കാരം. കുഴിച്ചകത്തേക്കിട്ടു. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. ലോകത്തിൽ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ പവർ ആകർഷണമാണ്, ഭൂമിയുടെ ആകർഷണം, ലോ ഓഫ് ഗ്രാവിറ്റി അല്ലേ? അങ്ങനെയാണ്. അതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ചില ദിവസങ്ങളിൽ കാലിന് വല്ലാത്ത വേദന വരും. വല്ലാത്ത വേദന. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ ശരീരത്തിന് വേദന. അങ്ങനെയില്ലേ? എൻ്റെ മകന് തീരെ കുട്ടിയായിരിക്കും, ഇപ്പോൾ അവൻ BCAക്ക് പഠിക്കുകയുള്ള ഈ മകൻ. ഒരു ചോദ്യം വന്നു സ്കൂളിൽ. നമ്മൾ മല കയറുകയോ വലിയ ബിൽഡിങ്ങുകൾ പടിക്കെട്ടുകൾ നടന്നു കയറുകയോ ചെയ്യുന്ന മുകളിലേക്ക് കയറുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ചോദ്യത്തിന് അവൻ ഉത്തരം എഴുതി, അതങ്ങനെ കയറുന്നത് കൊണ്ട് തന്നെയാണ്. നിലത്ത് നിന്ന് ഇത് വരുമോ? ഇല്ല. മലമുകളിലേക്ക് കയറുമ്പോൾ കാലിന് അസ്വസ്ഥത വരാം. കാരണം എന്താ? നമ്മൾ കയറുന്നുണ്ട്, അല്ലേ? അത് വരത്തില്ല. മാർക്ക് കൊടുക്കാവില്ലോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം ഇതാ, ലോ ഓഫ് ഗ്രാവിറ്റി. ഭൂമി പറയാം വേണ്ട 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 പോകണ്ട, നമ്മൾ പറയാം പോകണം. അപ്പോൾ ഭൂമിയും ഞാനും തമ്മിലുള്ള ഈ മൽപ്പിടുത്തത്തിൽ ശരീരത്തിന് വേദന. അതാ കൊച്ചുകുട്ടി വളരുമ്പോൾ ഭൂമി സമ്മതിക്കുകയല്ല, ഭൂമി ഇങ്ങോട്ട് പിടിക്കും, ഈ കൊച്ചു കുഞ്ഞ് മുകളിലേക്ക് പിടിക്കും. അതാ കാലിനും കൈക്കും ഒക്കെ വേദന. നമ്മൾ ഉടനെ ചോദിക്കുക, ശവക്കോട്ടയുടെ അതിലെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കാണോ വന്നേ? 91 സങ്കീർത്തനം വായിക്കുക. അന്നേരം വേദന ഓവറാണ്, എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ, ഒരു പാരാസെറ്റമോളിൻ്റെ പകുതിയൊക്കെ കൊടുത്താൽ മതി. ചില ആളുകൾ എന്ത് ചെയ്യും? ഈ കിടന്ന് കരയുന്ന ചെറുക്കനെ സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കും. അതൊന്നും വേണ്ട, അവന് വിളിയുണ്ടേ വന്നാൽ മതി. പിടികിട്ടിയോ? അവന് ദൈവവിളി ഉണ്ടേ വന്നാൽ മതി, ഇതൊക്കെ മാറിക്കോളും. നമ്മളെല്ലാം ഇങ്ങനെ വന്നാൽ ഓർക്കാത്ത നമുക്കുണ്ടായിരുന്നു ഈ വേദന. അങ്ങനെ പയ്യൻ വളർന്ന് 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 6 അടി മാക്സിമം, പിന്നെ ചെറിയ ചില വ്യത്യാസം കൂടുതലുള്ള കല്പം കൂടുള്ളവരൊക്കെ ഉണ്ടാകാം. വളർന്നു. അവൻ ഭൂമിയോട് പറയുക, നീ ഒത്തിരി നോക്കി ഇത് ഞാൻ നിൽക്കുന്നുണ്ടോ? ഭൂമിക്കുൾ ഓടുമ്പോൾ നടക്കുമ്പോൾ മല കയറുമ്പോഴൊക്കെ ഈ ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളിൽ നടക്കുക. നീ നോക്കി എന്നെ തോൽപ്പിക്കാൻ തോറ്റില്ല. എല്ലാം കഴിഞ്ഞു. ഇതൊരു റിവേഴ്സ് പവറിലേക്ക് തിരിച്ചു വരും. അവസാനം വന്ന് ഭൂമി പറയും, എന്നാ വാ ഇപ്പോൾ പോയാലോ? ആ വിളിയുടെ പേരാ മരണം. അങ്ങനെ അവൻ ഏറ്റവും അധികം ഗ്രാവിറ്റി ഉള്ള സ്ഥലത്തേക്ക് ചെല്ലും. ഏറ്റവും ഗ്രാവിറ്റി ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരാ ഗ്രേവ്. ഗ്രേവിലാണ് ഗ്രാവിറ്റി കൂടുതൽ. ശവക്കുഴി. അവൻ അങ്ങോട്ട് പിടിക്കും, തീർന്നു. ഇതുപോലാണ് നിർജീവമെന്ന് കരുതിയ പയർമണി അങ്ങോട്ട് ഇട്ടു.
വയർമണി അവിടെ കിടന്നു, തകർന്ന് ദ്രവിച്ചങ്ങ് ചേർന്നു. ആദ്യത്തെ മഴ പെയ്തു. എല്ലാം ശൂന്യമായി എന്ന് കരുതി ഇടത്തു നിന്ന് പുറത്ത് കാണാനാവാത്തൊരു തുടിപ്പ്, ഒരു വേരോട്ടം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും പവറുള്ള ഗ്രാവിറ്റി ഉള്ള മണ്ണിന് അതിന് മുകളിൽ കൂടി ഈ ഗ്രാവിറ്റിയെ വെട്ടിമാറ്റി പുറത്തേക്കൊരു ചാട്ടം. അതങ്ങോട്ട് വളരാൻ തുടങ്ങി. ഇതുപോലെ മരിച്ചവൻ അക്ഷയനായിട്ടുയർക്കും. നീ വിതച്ചത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, വിലപ്പെടുപ്പുള്ള മറ്റൊരു ശരീരം. ആ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് സൂചിപ്പിച്ചിട്ട് പറയുക, ഒടുക്കത്തെ ശത്രു. അതുകൊണ്ട് മരണം ഒടുക്കത്തെ ശത്രു. ഇനി ഇതിനപ്പുറത്തൊരു ശത്രു ഇല്ല. അതുകൊണ്ട് ഇന്നിവിടം വെട്ടിപ്പിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ഒരു കാര്യം ഓർപ്പിക്കണം, ഒരു നിഴൽ പോലെ അവൻ കൂടെ വരുന്നുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാലും എതിരേ വരുന്നവന് ബോധക്ഷയമുണ്ടാവുകയോ അതല്ലെങ്കിൽ അവൻ മദ്യപിച്ചിട്ട് വരികയോ നിയമമൊക്കെ പാലിച്ചെങ്കിലും എവിടെയോ പിഴക്കുന്ന നേരിയൊരു അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില, അതാണ് മരണം. ഈ മരണം ദൈവം കൽപ്പിച്ചതല്ല, വാസ്തവത്തിൽ മനുഷ്യൻ ചൂസ് ചെയ്ത. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. വാസ്തവത്തിൽ നമ്മളാരും മരിക്കരുതെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. എന്താ കാര്യം? ഉൽപ്പത്തിയിൽ ആദിമഭൂമിയിൽ ആദം ഹവ്വമാരെ ആക്കി വെച്ച ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചെന്താ? സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു ഭൂമി മുഴുവൻ നിറയണം. ഭൂമി മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു നോക്കണം, ഇതൊരു വിളനിലം മാത്രമാണ്. നമ്മൾ ധാന്യമണികൾ ഒരു സ്ഥലത്തെ ഒരുമിച്ച് ഉൽപ്പാദിപ്പിച്ച് അതിങ്ങനെ വന്ന് ചെടികളായി വളരുമ്പോൾ പറിച്ച് ഞാറ് നടുന്നത് പോലെ മറ്റു സ്ഥലങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കണം. അതിനാൽ വെളിപ്പാട് പുസ്തകം പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. മാറ്റി 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 പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യഗണങ്ങൾ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഈ ശരീരം ഭൂമിയിൽ മാത്രം ഇണങ്ങുന്ന താൽക്കാലികം. ഇത് ട്രാൻസ്ഫോം ചെയ്തൊരു ശരീരം കൊണ്ട് നിത്യത അന്നേ കരഗതമാക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെയാണ് ഈ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഒക്കെ നമുക്കുള്ളതാ, ഇപ്പോഴല്ല. അതാ ബൈബിളിൽ വീണ്ടും കാണാം. വെളിപ്പാടിൽ, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. ഏതിൽ നിഷേധിക്കപ്പെട്ടതെന്തോ അത് ഞാൻ അന്നവന് കൊടുക്കും. സ്തോത്രം. ഈ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോയപ്പോൾ അതിൻ്റെ സ്വാഭാവിക പരിണിതിയായി ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഘട്ടമായി ദൈവം മരണത്തെ വച്ചു. അതുവഴി കടന്ന് പുതുജീവനിലേക്ക് മടങ്ങി വരണം. ഈ ശരീരം ഉപേക്ഷിച്ച് നിലനിൽക്കുന്ന ഒന്നിനെ പ്രാപിക്കണം. ആ കടമ്പയുടെ പേരാണ് ഭക്തന മരണം. അതുകൊണ്ട് പറയുക, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അപകടം വഴിയാകട്ടെ, മറ്റേത് വിധേനയും ആകട്ടെ, ശത്രുവിൻ്റെ ആയുധത്താലാകട്ടെ, സുവിശേഷ വിരോധികളുടെ ആക്രമണത്താലാകട്ടെ, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. മറ്റൊന്നുകൂടി പറഞ്ഞു, എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. അതിൻ്റെ കാരണം അവൻ തിരഞ്ഞെടുക്കുന്നത് നിത്യതയല്ല. ആ തകർച്ചയുടെ പരിണിതിയുടെ ഭീകരത ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുക, എനിക്കതിൽ പ്രസാദമില്ല. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഇന്ന് ഈ ലോകം വിട്ടുപോയാലും അത് ലാഭം. ആ തിരിച്ചറിവ് കിട്ടിയ അപ്പോസ്തലൻ സ്വജീവിതത്തിലും ആ തിരിച്ചറിവിൻ്റെ ശക്തി പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പോസ്തലന് കിട്ടിയത് ഇങ്ങനൊരു മരണമാണ്. ആ മരണം അദ്ദേഹം സന്തോഷത്തോടെ ആസ്വദിച്ചു. ഒത്തിരി ആളുകളുണ്ട്, നമ്മൾ നിരന്തരം കേൾക്കുന്നത് പൗലോസിനെ പറ്റിയ. ഞാൻ പത്രോസിലേക്ക് വന്ന് അവസാനിപ്പിക്കുക. പത്രോസും അങ്ങനെയായിരുന്നു. ദൈവത്തിനായി പ്രവചനപ്പെട്ട മനുഷ്യർക്കൊക്കെ ഭൂമി വീതിച്ചത് ദാരുണമായ അന്ത്യമോ ഒറ്റപ്പെടലുകളോ ആക്ഷേപമോ വേദനയോ ഒക്കെ ആയിരുന്നെങ്കിൽ ദൈവജനമേ, അവരാരും പഴി പറഞ്ഞില്ല, മരണത്തെ പഴിച്ചില്ല. നിലനിൽക്കുന്ന നിത്യതയ്ക്ക് വേണ്ടിയുള്ള
ആകാംക്ഷഭരിതമായ അവരുടെ അന്വേഷണം അവരെ കൊണ്ടെത്തിച്ചത് ആ നിത്യതയെക്കുറിച്ചുള്ള തികവാർന്ന ബോധ്യത്തിലാണ്. തികവാർന്ന ബോധ്യത്തിൽ ബ്രാലേനം പറയുന്നുണ്ട്, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി. നമ്മൾ ഇതിനെന്താ പേര് പറയുന്നത്? നിങ്ങൾ വിശ്വാസത്താൽ ആക്രമിക്കാൻ വന്ന സിംഹത്തിൻ്റെ വായടച്ചാൽ അതിൻ്റെ പേര് വീര്യപ്രവൃത്തി എന്നാ. അത് ഇന്നുണ്ട്. നിങ്ങൾ തീയുടെ ബലം കെടുത്തിയെന്ന് വിചാരിക്കുക, അത് ഇന്നും നടക്കും. കൽപ്പിച്ചാൽ അതൊക്കെ സംഭവിക്കും. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കുള്ളതാ ഈ പ്രമാണം. അത് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാ പെന്തക്കോസ്. അത് ഇന്ന് സംഭവിക്കുമെന്ന് കരുതുന്നവരുടെ പ്രസ്ഥാനമായത്. ഇതൊക്കെ സഭയിൽ നിന്ന് അന്യം നിന്നിട്ട് ഒരു പ്രായോഗിക നിരീശ്വരത്വം അറിയാതെ എങ്ങനെയൊക്കെയോ വ്യാപരിച്ചിട്ട് തത്വങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. നമുക്കൊന്ന് തിരിച്ചു വരണം. ആ കൃപാവരങ്ങളെ തിരിച്ചെടുക്കാതെ നമ്മൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. സഭയിൽ പ്രവചനം യാഥാർത്ഥ്യമാകട്ടെ, വ്യാഖ്യാനപരം യാഥാർത്ഥ്യമാകട്ടെ. സഭയുടെ ഉള്ളിൽ കൃപാവരങ്ങളും ദൂതുകളും ദർശനങ്ങളും സ്വപ്നങ്ങളുമുള്ള യുവതി യുവാക്കന്മാർ വൃദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. അവരിലൂടെയാണ് ദൈവം മാറ്റത്തിന്റെ സൂചനകൾ നൽകാൻ പോകുന്നത്. അല്ലാതെ മാറ്റമുണ്ടാവില്ല. അത് തിരിച്ചെടുക്കണം. അത് തരാൻ കഴിയുന്നവൻ നമ്മുടെ അരികിലുണ്ട്. അത് കിട്ടാതെ വന്നെന്തുകൊണ്ടാ? അതിനൊറ്റ വഴി. ഞാൻ ഈ നാളുകളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ആവർത്തിക്കാൻ ക്ഷമിക്കണം. ഇതൊക്കെ പ്രതീക്ഷയെങ്കിലും വന്നേ. എനിക്ക് ശക്തിപ്പെടണം, സന്തോഷം ഉണ്ടാകണം, നിത്യതയെക്കുറിച്ചുള്ള വചനം കേൾക്കണം, രൂപാന്തരപ്പെടണം. നിങ്ങളിത് പ്രതീക്ഷിച്ച വന്നേ. കൂടെ ഒരു കുറ്റവും നിങ്ങൾക്ക് പറയാനുണ്ട്. യോഗത്തിന് പോയി സന്തോഷം കിട്ടുന്നില്ല, പ്രസംഗിച്ച പാസ്റ്റർ പോരാ, ഉദ്ഘാടകം പോരാ, പാട്ടുപാടിയത് പോരാ, സഭയിൽ ചെന്നു ഞായറാഴ്ച, വ്യാഖ്യാനമില്ല. പണ്ടൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ട്. പ്രവചനമില്ല. പണ്ടൊക്കെ സഭയിൽ വരുന്ന ദൈവദാസന്മാർ കുറവുകൾ ചൂണ്ടിക്കാട്ടി പറയും. ഇന്ന് അതൊന്നുമില്ല, എനിക്ക് മടുപ്പായി. ഇതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നിങ്ങളിവിടെ വന്ന, കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞ എന്നെ. എൻ്റെ പ്രശ്നം പറയട്ടെ, ഞാനിതൊക്കെ നിങ്ങൾ തരുമെന്നറിയാൻ ഇവിടെ വന്നേ. അപ്പം എനിക്കിതൊന്നും ഉണ്ടാകാൻ എന്നെ കുറ്റം ലീഡ് ചെയ്ത ഭാഷയുടെയാണ്. അദ്ദേഹം പറയും സെൻട്രൽ ഭാഷയ്ക്ക് ഇതില്ല. സെൻട്രൽ ഭാഷ പറയും ഓവർസീർക്കും കൗൺസിൽ ആർക്കും ഇല്ല. നമ്മളെല്ലാം ഒരുമിച്ച് പറയും ചർച്ചകൂടി ഇല്ല, IPCയിലുണ്ടോ, ഷാരോൾ അതിവിടെ. ഇന്ന് വരെ ഞാൻ ചിന്തിച്ചോ എനിക്കെന്തുകൊണ്ട് ഇതില്ല? ഞാനേ പാസ്റ്ററിൽ തേടിയ പലതും എനിക്കില്ലെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാര് തരുമെന്നോർത്താ യേശുവിൻ്റെ കൂടെ കൂടിയേ. എന്താ പ്രവചിക്കാൻ എനിക്ക് തടസ്സം? എന്താ രോഗശാന്തി കൊടുക്കാൻ എനിക്ക് തടസ്സം? എന്താ ക്രിയാത്മകമായ വിധത്തിൽ വീര്യപ്രവൃത്തി കൊടുക്കാൻ എൻ്റെ തടസ്സം ഞാൻ കണ്ടില്ല. അതിൻ്റെ പാപഭാരം നിങ്ങളിൽ തട്ടിയിട്ടിട്ട് ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നു. ശരിയാണോ? നമുക്ക് തിരിയണ്ടേ? ഇനി താമസിക്കില്ല ഒട്ടും. എനിക്കിതൊക്കെ പ്രാപിക്കണം. അതിൻ്റെ രണ്ടാം തലമുണ്ട്. എന്താണെന്നറിയണ്ടേ? സിംഹങ്ങളുടെ വായടച്ചു, വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെന്നി മാറി. സ്ത്രീകൾക്ക് വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. ഇതെല്ലാം വിടുതലാണ്. കൊള്ളാം. രണ്ടാമതൊരു ഭാഗം പറയുക, വേറെ ചിലർ നേരെ അങ്ങ് തിരിച്ചു വെച്ചിട്ട് പറയുക, അവർ പറഞ്ഞു ഞങ്ങൾക്കിതൊന്നും വേണ്ട. എന്താ വേണ്ടാതിൻ്റെ കരുതിയോ? ഏറെ നല്ല ഒരു ഉയർപ്പ് കിട്ടുമെന്ന് കരുതി ഉദ്ധാരണം കൊള്ളാതെ ഭേദ്യമേറ്റു. ചമ്മട്ടി ചങ്ങലയൊക്കെ സഹിച്ചു. മലപ്പാറകളിൽ ഉഴഞ്ഞു നടന്നു, വലഞ്ഞു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. സ്വയം ത്യജിച്ചു. ഒരിടത്ത് വീര്യപ്രവൃത്തി, മറുവശത്ത് ത്യജിക്കൽ. ഇത് രണ്ടും അങ്ങോട്ട് രൂപപ്പെട്ടപ്പോൾ അവിടെയാണ് ഉണർവ് രൂപപ്പെട്ടതെങ്കിൽ സഭയ്ക്കുള്ളിൽ രണ്ടു തരം മെമ്പർഷിപ്പുകൾ രൂപപ്പെടണം. തമ്പുരാനെ, നിന്റെ വീര്യപ്രവൃത്തികൾ, നിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന ചിലരെ, മറുവശത്ത് ക്രിസ്തു നിമിത്തം സഹനം സഹിക്കേണ്ടി വരുന്ന, ക്രിസ്തു നിമിത്തം പീഡ സഹിക്കേണ്ടി വരുന്ന ഒരു ജനമുണ്ടായാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമ്പെടുന്ന ഒരു ജനത. അങ്ങനെ ആത്മാവിന്റെ ഐക്യദാർഢ്യത്തോടെ സഹനത്തിനും പീഡകൾക്കും വില കൽപ്പിക്കുന്ന ഒരു ജനത ഉണരുമോ? പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്,
ആപത്ത്, വാള്, ഇതൊക്കെ സഹിക്കാൻ സന്നദ്ധതയുള്ളവരെ ഈ രാത്രി പരിശുദ്ധാത്മാവ് തിരയുന്നു. അവരുടെ പ്രാർത്ഥനയില ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഞാനും നിങ്ങളും ഇന്ന് ചിന്തിച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാക്കുമെന്നും സകലവിധ പ്രശ്നങ്ങളും മാറി മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻനിരയിലേക്ക് എത്തുമെന്നൊക്കെ ഉള്ള ഭൗതിക ബോധത്തിന്റെ സുവിശേഷ വ്യാഖ്യാനങ്ങളെ വിട്ടിട്ട് പറയാ, ഞാൻ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ തന്നെ ത്യജിച്ച് നിന്നെ ഒന്ന് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് എടുക്കാൻ മനസ്സുള്ളവരുതാണ് ഇനിയുള്ള കാലഘട്ടത്തിന്റെ ക്രിസ്തീയ ജീവിതം. അഭിമാന പുരസരം എനിക്കെന്നെ ഏൽപ്പിച്ച ക്രൂശ് എടുക്കണം. ഇതുവരെ എനിക്കതിൽ വിശ്വസ്ത പുലർത്താൻ കഴിഞ്ഞില്ല. ഒരു പുത്തൻ അനുഭവത്തോടെ പ്രവചനാത്മാവ് എന്നിൽ വ്യാപരിക്കണം, സുവിശേഷത്തിന്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കണം. ആ പുതിയ നിയോഗത്തിന് ആര് സ്വയം സമർപ്പിക്കും? ദൈവത്തിന് ആവശ്യമുണ്ട് ചിലരെ പ്രസംഗിച്ചെരിഞ്ഞടങ്ങാൻ. ഞാൻ ഈ വാനിയുടെ ചരിത്രം വായിച്ചോലെ മോഡിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, വില്യം കേരിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, പണ്ഡിത രമാബായിയുടെ വായിച്ചിട്ടുണ്ട്, സെന്റ് അഗസ്റ്റിൻ്റെ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു എന്ന് പറയാനല്ല, അത് വായിക്കുമ്പോഴൊക്കെ ഒരു കുറ്റബോധം. എനിക്ക് ഇന്ത്യയിൽ നിന്നൊരാളെ കിട്ടുന്നില്ല, കേരളത്തിൽ നിന്നൊരാളെ കിട്ടുന്നില്ല. കുറ്റല്ല, എനിക്കങ്ങനൊന്നും ആകാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് ഉണ്ടാകണം ഒരു സാമുവൽ മൊറീസ്, ഒരു വാനിയ. ത്യാഗസന്നദ്ധരായി എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. എനിക്കെന്ത് കിട്ടും പ്രതിഫലം എന്നതിനപ്പുറത്ത്, ഒരു സ്ഥലം മാറ്റം വഴി എനിക്കെന്ത് പ്രമോഷൻ കിട്ടുമെന്നതിനപ്പുറത്ത്, ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോകുമ്പോൾ ഞാനെങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്ന ചിന്തകൾക്കപ്പുറത്ത്, എൻ്റെ ഭൗതികമായ ആകാംക്ഷകൾക്കപ്പുറത്ത് നാളുടെ ചരിത്രം എന്നെയും നിങ്ങളെയും ഓർക്കേണ്ടത്. സുവിശേഷത്തിന് വേണ്ടി പൊരുതി നിന്ന, അതിനുവേണ്ടി പ്രാണൻ കളയേണ്ടി വന്ന, അതിനുവേണ്ടി നിലകൊണ്ട ഒരുവനായി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ആർക്ക് പ്രാർത്ഥിക്കാം? ധനനായ പത്രോസുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പത്രോസ്ലീഹ ഏറ്റവും ഒടുവിൽ മരിക്കുന്ന യോഹന്നാൻ്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം. പത്രോസ്ലീഹ യെരൂശലേമിലേക്ക് വന്നു. നന്നേ പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രവചന ദൂത് കേട്ടു. നീ യേശുവിന് വേണ്ടി റോമിലെത്തണം, ജ്വലിച്ചു നിൽക്കുന്ന അനുഭവത്തിൽ സുവിശേഷം പ്രസംഗിക്കണം. ആ പ്രസംഗത്തിൻ്റെ റിസൾട്ട് തുടക്കം പോലെയല്ല. നീ പ്രസംഗിച്ചു തുടങ്ങുന്ന രാത്രിയിൽ 3000 പേരെ ഞാൻ നിനക്ക് തന്നെങ്കിൽ നീ പ്രസംഗിച്ചു തീരുന്ന ഒടുക്കത്തെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ആത്മാക്കളെ തരികയല്ല, നിന്റെ ആത്മാവിനെ ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിന്നെ എൻ്റെ സന്നിധിയിലേക്ക് എടുക്കും. ഈ ദൂത് കേട്ടാൽ ശാപമെന്ന് കരുതുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വയസ്സ് 85 ഈ മെലിഞ്ഞുണങ്ങിയ ശരീരം ഇനി പ്രസംഗിക്കണോ? റിട്ടയർമെന്റ് വാങ്ങി വീട്ടിലിരുന്നാൽ പോരെ? സുരക്ഷിതത്വമുള്ളൊരു സഭയിൽ ശുശ്രൂഷിച്ചാൽ പോരെ? ഞാൻ ഒത്തിരി ഓടിയതല്ലേ, അധ്വാനിച്ചതല്ലേ? നോ, വിശ്രമമില്ലാത്ത ഈ വേലയ്ക്ക് തമ്പുരാൻ ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നു. വിശ്രമരഹിതമായ ശുശ്രൂഷയ്ക്ക് ദൈവമെന്ന് വിളിക്കുന്നു. ആയുധം താത്തുവെക്കാൻ കഴിയാത്ത യുദ്ധത്തിന് അവൻ ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നു. സഹോദരങ്ങളെ, പത്രോസോട് പറഞ്ഞു, നീ അവിടെ വന്ന് എന്നെപ്പോലെ ക്രൂശിക്കപ്പെടും, ജനം നിന്നെ വളയും. ഹർഷാരവം കൊണ്ട് 3000 മാനസാന്തരപ്പെട്ടപ്പോൾ നിനക്ക് ചുറ്റും ഓടിക്കൂടിയ പോലെ ഒരു ജനാവലിയല്ല, കാളകൾ വളയും പോലെ ഭീകരരൂപികൾ നിന്നെ ആക്രമിക്കാൻ അടുത്തു വരുമ്പോഴും തേജസാർന്ന മുഖത്തോടെ ചങ്കുറപ്പോടെ നീ ഒറ്റയ്ക്ക് മരണത്തെ നേരിടും. പ്രഭാപൂരിതമായ ആ മുഖം കൊണ്ട് നീ എന്നെ തന്നെ ഉയർത്തി ഞാൻ മാത്രം രക്ഷകൻ എന്ന് ഉലകത്തോട് പണ്ട് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ മരിച്ച് നിന്റെ ശാശ്വത ഭവനത്തിൽ വന്നണയും, നിന്നെ കാത്ത് ദൂതഗണങ്ങൾ നിൽക്കും. പത്രോസ് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ സമർപ്പണത്തിൻ്റെ പേരാ ക്രിസ്തീയ ജീവിതം. ഈ സമർപ്പണത്തിന് ആർക്ക് മനസ്സുണ്ട് സ്നേഹിത? അതിനുള്ള ധൈര്യവും കർത്താവ് തരും, അതിനുള്ള ബലം കർത്താവ് തരും. പക്ഷെ സഭയിലൊരു ബുദ്ധിമാനുണ്ടായിരുന്നു. ദൂത് കേട്ട അടുത്ത ദിവസം പറഞ്ഞു, അച്ഛാ സംഗതിയൊക്കെ കൊള്ളാം, ഞങ്ങളെ എങ്ങനാക്കിയിട്ടാണ് നിങ്ങളീ പോന്നെ? യേശുവിനെ നേരിട്ട് കണ്ട ഒറ്റ ശിഷ്യന്മാരിൽ ഒരേ ഒരാൾ താങ്കളായിപ്പം. യാക്കോബിനെ വാളിനാൽ കൊന്നു, യോഹന്നാനെ നാട് കടത്തി,
പിന്നീട് നമ്മുടെ കൂടെ കൂടിയ പൗലോസിനെ ശിരച്ഛേദം ചെയ്തു. ഇനി നീ ഒരാളേ ഉള്ളൂ. നീ ഇപ്പോൾ ഇട്ടിട്ട് പോയാൽ ഈ പ്രസ്ഥാനം തകരും, ഡിസോർഡറാകും. പോകാൻ വരട്ടെ, അല്പനാൾ കഴിഞ്ഞ്, അത്രയും നാളിവിടെ നീ പ്രാർത്ഥിക്കുക. അന്ന് രാത്രി പത്രോസ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ദർശനം. തൻ്റെ കൺമുമ്പിലൂടെ ഒരു രൂപം അവ്യക്തമായി അടുത്തു വരുന്നു. ഉന്മേഷം പകരുന്ന, കുളിർമ നൽകുന്ന, കാന്തി നൽകുന്ന ആ രൂപം അടുത്തടുത്ത് വരുമ്പോൾ പൗലോസിന് ആളെ മനസ്സിലായി. കർത്താവാ, യേശുവാ, ദാവരെന്നോ എൻ്റെ പ്രിയപ്പെട്ട കർത്താവ്. നാഥാ, നിന്നെ ഞാൻ കാണുന്നു, നിന്നെ ഞാൻ അറിയുന്നു. പണ്ട് ഞങ്ങളെ വിട്ടുപോയ ആ ദിവസം ഓർക്കുന്നു. പത്രോസ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ തോളിലൊരു കുരിശുണ്ട്. അതും വലിച്ചുകൊണ്ടാണ് വരുന്നേ. അടുത്തടുത്ത് വരുമ്പോൾ പത്രോസിനെ കണ്ടിട്ട് കാണാതെ പോകും പോലെ യേശു കടന്നു പോവാ. ദുഃഖിതനായി പത്രോസ് വിളിച്ചു, ഗുരു, ഇത് ഞാനാ, കേഫ. നീ പത്രോസ് എന്ന് പേരിട്ട നിന്റെ കേഫ, നിന്റെ ശിഷ്യൻ. പോകല്ലേ ഗുരു, പോകല്ലേ ഗുരു. ഞാൻ നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്, അടികെറ്റിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. എല്ലാം നിനക്ക് വേണ്ടിയാ ഗുരു. പോകല്ലേ, മിണ്ടാതെ പോകല്ലേ. എനിക്ക് നിന്നെ തൊടണം, എനിക്ക് നിന്നെ ചുംബിക്കണം. ഇതിനുള്ളതാ പ്രാർത്ഥന. പ്രാർത്ഥന ജൽപ്പനമല്ല. എനിക്ക് യേശുവിനെ തൊടണം, എനിക്ക് ആലിംഗനബദ്ധനാകണം, എനിക്ക് ആ കാതിൽ ചിലതൊക്കെ പറയണം, എനിക്ക് അവിടെ നിന്ന് കേൾക്കണം. ഈ ആഗ്രഹത്തോടിരുന്നട്ട ദൈവത്തിൻ്റെ മക്കൾ, ഈ രാത്രി ദൈവം അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കട്ടെ. നീ എന്നെ തൊടണം. നീ എന്നോട് മിണ്ടാതെ പോകുന്നത് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെയാ, ഞാൻ മരിക്കാൻ തുടങ്ങും പോലെയാ. പോവല്ലേ പത്രോസ്, എനിക്ക് മനസ്സിലായി നീയാണെന്ന്. സമയമില്ല പത്രോസ്, എനിക്ക് പോയേ പറ്റൂ. ധൃതിയുണ്ട് പത്രോസ്. എന്ത് ധൃതി? ഞാൻ വിചാരിച്ചു നീ എനിക്ക് വേണ്ടി റോമിൽ ചെന്ന് പ്രസംഗിച്ചു മരിക്കും. നീ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ നിനക്ക് പകരമായി ഞാൻ ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ പോകുക. ഇതൊരു ദർശനമാണ്. പത്രോസ് ഞെട്ടിക്കൊണ്ടിരുന്നു. അലമുറ കൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുരു, പണ്ടെനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ തോറ്റുപോയിട്ടുണ്ട്, 3 ആവർത്തി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും അത് സംഭവിക്കാതെ പത്രോസ് എന്ന മനുഷ്യൻ ഇതാ നിനക്കൊപ്പം. നീ പറയുന്നിടത്ത് നിനക്ക് വേണ്ടി പ്രസംഗിച്ച് എരിഞ്ഞടങ്ങും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്, പ്രാണൻ പൊലിയും മുമ്പ് എനിക്ക് യേശുവിന് വേണ്ടി പ്രസംഗിക്കണം, ആത്മാർത്ഥമായി പ്രസംഗിക്കണം. പാപി മാനസാന്തരപ്പെടുന്ന ഉജ്ജ്വലമായ കാഴ്ച കാണണം. ശ്വാസം മുട്ടി മരിക്കേണ്ടി വന്നാലും, പീഡന പർവ്വങ്ങളിൽ കൂടി കടത്തിവിട്ടാലും, ചോര ചൊരിയേണ്ടി വന്നാലും നസ്രായന് വേണ്ടി എനിക്ക് ജീവിച്ചെരിഞ്ഞടങ്ങണം. ആർക്കാഗ്രഹമുണ്ട്? ആർക്കാഗ്രഹമുണ്ട്? അങ്ങനെ പത്രോസ് വിട്ടുപിരിഞ്ഞു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാൻ ഒരുമ്പെടുക. ക്രൂശിക്കപ്പെടാൻ കൊണ്ടുവരുന്ന പടയാളികൾ അവസാനം ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ അവസാന ആഗ്രഹം പറയൂ, സാധിച്ചുതരാ. അത് വൈൻ കുടിക്കണോ? നിനക്ക് വെലുവെടിപ്പുള്ള മാംസം കഴിക്കണോ? അത് ഞങ്ങൾ ചെയ്തുതരാ. ആഗ്രഹം പറഞ്ഞു. ഒരാഗ്രഹം, ഒറ്റ ആഗ്രഹം. എന്താണ് ആഗ്രഹം? എന്നെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ റോമിലൊരുക്കുന്ന ആ ക്രൂശിൽ യേശുവിനെ ഇട്ടതുപോലെ നേരെ ഇടരുത്. എനിക്ക് ആ മഹത്വം വേണ്ട. ലോകമെന്നെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പറയും, യേശുവിൻ്റെ അരുമശിഷ്യൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെട്ടു. എനിക്ക് യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടേണ്ട. ലോകം പറയട്ടെ, യേശുവിൻ്റെ അരുമശിഷ്യൻ യേശുവിൻ്റെ പാദം ചുംബിച്ച് ക്രൂശിക്കപ്പെട്ടു എന്ന് പറയാൻ നിങ്ങളെന്നെ തലകീഴായി ക്രൂശിക്കണം. എൻ്റെ തലയും കൂടി കഴുകാൻ പണ്ട് പറഞ്ഞ ദ്രുതഗതിയില്ലേ? ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അവൻ കാട്ടുന്ന ദ്രുതഗതിയുടെ അബദ്ധമില്ലേ? ആ അബദ്ധം പോലെ പലതും പറഞ്ഞവൻ ഒടുവിൽ പറഞ്ഞ വാക്കിലും ആ ദ്രുതഗതി പ്രകടമാണ്. പക്ഷെ അത് ഗുണപരമായൊരു സമർപ്പണമാണ്. ഹല്ലേലൂയ. മരിക്കുമ്പോൾ മക്കളെ ചൊല്ലിയുള്ള ആശങ്കയല്ല, ഭൂസ്വത്ത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വിലാപമല്ല, പലതും പിടിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ചിന്തയല്ല. ദാഹജലം ചോദിച്ചു പോലും മരിക്കേണ്ട, എനിക്ക് യേശുവിനായി മരിക്കണം, യേശുവിനായി ജീവിക്കണം. ആർക്കാഗ്രഹമുണ്ട്? കണ്ണുകളടച്ചാട്ടെ, ഹൃദയം ഏകാഗ്രമാക്കട്ടെ. എനിക്ക് യേശുവിനായി
യേശുവിനായി ജീവിക്കണം. രക്ഷിക്കപ്പെട്ടവരെ, സ്നാനമറ്റവരെ, ലാഭമൊക്കെ നമുക്ക് വിടാം. നേടിയെടുക്കാൻ ചിലതൊക്കെ ഉണ്ടെന്ന് പിശാച് പറയും. നമുക്ക് പറയില്ല. ആത്മാക്കളെയാ നേടിയെടുക്കാനുള്ള, സ്നാനമാണ് നടത്താനുള്ളത്. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ആളുകളെ കൊണ്ടുവരാനുള്ളത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനല്ല. വേണ്ടതൊക്കെ ദൈവം തരും. അത് മറുവശം. എനിക്ക് യേശുവിനായിരിക്കണം. എൻ്റെ പേരും പെരുമയും വേണ്ട, ഫ്ലക്സിന് പേരടിച്ച് വിടണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, നോട്ടീസിന് പേര് വരണ്ട, ചിത്രം വെക്കണ്ട. അതൊക്കെ വെക്കുന്നവർ വെച്ചുകൊള്ളട്ടെ. ഇതൊന്നും ഞാൻ ആസ്വദിക്കുന്നില്ല. എനിക്കെൻ്റെ യേശുവിന് വേണ്ടി, യേശുവിന് വേണ്ടി, നിസ്വാർത്ഥമായി യേശുവിന് വേണ്ടി ആഗ്രഹമാർക്കുള്ളേ, സമർപ്പണമാർക്കുള്ളേ. ഈ വിലപിടിപ്പുള്ള നിമിഷം ആ സമർപ്പണമുള്ളവർ കരമുയർത്തിയാട്ടെ. ആ സമർപ്പണമുള്ള പ്രായമുള്ള ചിലരെ കാണുന്നു. വയോവൃദ്ധന്മാരായ ദൈവവൃദ്ധന്മാർ കരമുയർത്തുന്നു. ചെറുപ്പക്കാർ കരമുയർത്തുന്നു. ചെറുപ്പക്കാർ കരമുയർത്തുന്നു. On behalf of cross, we are willing to die. On behalf of cross, we are willing to live. ജീവിക്കാനും മരിക്കാനും ഈ ക്രൂശുമുയർത്തി നിനക്കൊപ്പം, ഈ ക്രൂശുമുയർത്തി നിനക്കൊപ്പം അവസാന ശ്വാസം വരെ എനിക്ക് പാടി മരിക്കണം, പ്രസംഗിച്ചു മരിക്കണം, പ്രതിഫലച്ച കൂടാതെ പ്രവർത്തിക്കണം. നാണയത്തൊട്ടുകളുടെ മുമ്പിൽ, ഭൗതിക വാഗ്ദാനങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ ആഗ്രഹമില്ല. Only on behalf of cross. ക്രൂശിന് വേണ്ടി, ക്രൂശിന് വേണ്ടി, ക്രൂശിന് വേണ്ടി. ആർക്കാഗ്രഹമുണ്ട്? ആർക്കാഗ്രഹമുണ്ട്? പ്രിയരേ, ആത്മാർത്ഥമായി സമർപ്പിക്കാം. കരങ്ങളെ താഴ്ത്തിയിട, കരങ്ങളെ താഴ്ത്തിയിട. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുക. ദൈവദാസന്മാർ തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കണേ. വെറുതെ പ്രാർത്ഥിച്ചു പോകല്ല. പലയിടത്തും പോയി കൈ ഇങ്ങനെ ഉയർത്താനല്ല. ഇന്ന് തന്നെ ഒരു തീരുമാനം, ഇന്ന് തന്നെ ഒരു സമർപ്പണം. യേശുവിനായി നിൽക്കാൻ. കലാലയങ്ങളിൽ പഠിക്കാൻ ആളില്ല പ്രിയപ്പെട്ടവരെ. 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പാസ്റ്ററെ കിട്ടാൻ വിഷമിക്കും. 10 വർഷത്തിനുള്ളിൽ സുവിശേഷ വേലക്കാരെ കിട്ടാൻ ഞാനും നിങ്ങളും പാടുപെടുന്നൊരു കാലമുണ്ട്. ആ കാലം വരും മുമ്പ് എനിക്ക് ശോഭിക്കണം. യേശുവിന് വേണ്ടി കൃപാവരങ്ങളാൽ എനിക്ക് ജനത്തെ ആകർഷിക്കണം. ജനമിനെ വിടുവിക്കാൻ പോകുന്നത് ആ നിലയിലാണ്. അല്ലാത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതി ലോകത്ത് വന്നു കഴിഞ്ഞിരിക്കുക. രാജ്യം മാറിത്തുടങ്ങിയിരിക്കുക. ഇന്ത്യ കാത്തിരിക്കുന്ന ഉണർവിൻ്റെ അലയൊലികൾക്ക് ഈ രാത്രി ഈ പന്തൽ സാക്ഷ്യം വഹിക്കട്ടെ. കൃത്രിമമായ ശബ്ദമാന്ത്രികത്വം കൊണ്ടുള്ള ഒരു ഉണർവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയാന്തർഭാഗത്ത്, ഹൃദയാന്തർഭാഗത്ത് അവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി, അവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സാക്ഷ്യം. പ്രാർത്ഥനയോടെ നിൽക്കുക. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, ഞങ്ങൾ അങ്ങ് ഉയർത്തുന്നു. ഞങ്ങൾ കേട്ട വചനം പോലെ ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുമ്പോൾ ഭക്തന് നീ വിധിച്ച അന്ത്യനിമിഷങ്ങൾ സുഖകരമെന്നെണ്ണിക്കൊണ്ട് വിട്ടുപിരിഞ്ഞ് നിനക്കൊപ്പം നിൽക്കാൻ നീ നൽകുന്ന ആഹ്വാനങ്ങളെ നിരസിക്കാൻ ഇടവരാതെ നിന്നോട് ചേർന്ന് ജഗത്തിൻ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നശിച്ചു പോകുന്ന വസ്ത്രം, ദ്രവിച്ചു പോകുന്ന നാണയത്തുട്ടുകൾ, ലോകത്തിലെ നിർവികാരമായ ഒട്ടേറെ വാഗ്ദത്തങ്ങൾ കണ്ട് തലകുനിക്കാൻ ഇടവരാതെ നിന്റെ വചനത്തിൻ്റെ ശുദ്ധീകരണ ശക്തി ഈ വചനം കേട്ടവരുടെ മേൽ ആവസിക്കട്ടെ. കേട്ട വചനത്തിൻ്റെ ചൈതന്യം നാളത്തെ സഭായോഗത്തിൽ വ്യാപരിക്കട്ടെ. നാളത്തെ പകൽ വിടുതലായി തീരട്ടെ. ഈ വചനം ഒരു തീപ്പൊരിയായി ഹൃദയാന്തർഭാഗത്ത് കിടക്കട്ടെ. ആഞ്ഞടിക്കുന്ന കാറ്റിൽ അത് ആളിയാടി പടരുവാൻ എൻ്റെ ദൈവം കൃപ ചെയ്യുവാൻ നസ്രയനായ യേശുവിൻ നാമത്തിൽ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ.